വൈകാരികമായി തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഈ പറയുന്ന പൈസ ഒന്നും കെ രാജീവ് എന്ന് പറയുന്ന എന്റെ അക്കൗണ്ടിലോട്ടിലാണ് ഞാൻ പറയാറില്ല. ഞാൻ പറയുന്നു, ഇതിൽ നിന്ന് വരുന്ന ഓരോ പൈസയും നിങ്ങൾ ഡയറക്റ്റ് ആ പാർട്ടികൾക്ക് അയച്ചു കൊടുക്കുക. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ആ ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മൾ ചെയ്യുക. അല്ലാണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ ഞാൻ പറയാറില്ല. ഇതിൽ 6ാമത്തെ ആളിന് വരെ നമ്മളിപ്പോ ക്യാൻസർ കൊണ്ട് അയാൾ ഓട്ടോറിച്ച് ഓടിക്കുന്ന ഒരു ഇതാ. ഞാൻ എൻ്റെ വളരെ ദൂരെ പോകണം ഇദ്ദേഹത്തെ കാണാൻ. ഞാൻ കണ്ടു, ചെന്നു ചേർത്ത് നമ്മൾ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് ഉള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിങ്ങോട്ട് വരുന്ന വഴിക്ക് ആലപ്പുഴ എത്തിയില്ല. അതിന് അടുത്ത അപേക്ഷ വരികയാണ്. നമ്മളൊരു അപേക്ഷയുടെ പേരിലൊന്നും ഇതൊന്നും തള്ളിക്കളയാൻ പോകുന്നില്ല. നമ്മുടെ അടുത്ത് ഒരു അപേക്ഷ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഇതിനകത്ത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ഒരു ഫോർമാലിറ്റി ഇല്ല. നമ്മൾ ചെല്ലുക, അവർ പറയുന്നതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് മാത്രം നമ്മൾ തിരക്കുക. ആ ആള് നായർ സമുദായത്തിലുള്ള എത്ര പേരുണ്ട് ഈ മരം വെട്ട് പണിക്ക് പോകുന്നവർ എത്ര പേരുണ്ട്? വളരെ ചുരുക്കമാണ്. എൻ്റെ അറിവിൽ ഈ പറഞ്ഞ ഒരാളാണ്. ബാക്കി ഉള്ളടന്മാരെ ഉൾപ്പെടെ ചെയ്യുന്ന ആ ജോലി ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിൽ, സാമ്പത്തികമായ അവസ്ഥയിൽ നിൽക്കുന്ന ആ ആളുടെ ഭാര്യയ്ക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. കയറി ഇറങ്ങി നാശിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഒരു ഗതിയുമില്ല, ഒന്ന് സഹായിക്കണം. ഞാൻ പറയും, 14-ാം തീയതി ഈ തെമ്മാടിക്കൂട്ടത്തിനെതിരെ അമ്പലപ്പുഴയിലെ ഈ പറയുന്ന, അതായത് ചങ്ങനാശ്ശേരിയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ, സ്വന്തം മകനെയും മകളെയും കയറ്റി വെച്ചുകൊണ്ട് നടത്തുന്ന തെമ്മാടിത്തരങ്ങൾ, അതിന്റെ പിന്നാമ്പുറം പറ്റിക്കൊണ്ട് ഇവര് വീണ്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ വേണ്ടപ്പെട്ട ഒരു ബന്ധുക്കളെയും ഒക്കെ കയറ്റി അവരുടെ ഓരോ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ഇന്നിന്യമായ ഏർപ്പാടിനെതിരെ അമ്പലപ്പുഴയിൽ നമ്മൾ ഒരു പ്രതിഷേധ സംഗമം നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഈ 14-ാം തീയതി. കാരണം ഈ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഈ നായർ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ജനങ്ങൾ ഇത്രയും പേര് അറിയുമെന്ന് വന്നപ്പോൾ അവർക്ക് ഭയമായി. എന്നെ ഒതുക്കാനുള്ള ശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ എങ്ങനെ ഇല്ലാതാക്കാം, എന്നെ അഴിമതിക്കാരനാക്കാം, അങ്ങനെ ഒരു വല്ലാത്ത പ്രചാരണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ഇതിൽ നമ്മൾക്ക് ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നമ്മുടെ ഡോക്ടർ ബാലേന്ദ്രൻ സാറിനെ ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന മഹാൻ ഗംഗാധരൻ നായർ പ്രൊഫസർ, അദ്ദേഹം ഈ പറയുന്ന പ്രൊഫസർ എന്നൊക്കെ പറയാമോ എനിക്കറിയില്ല. കാരണം വിദ്യാഭ്യാസ രംഗത്ത് അത്രത്തോളം നമ്മൾ മാന്യത കൊടുക്കുന്ന ഒരു ഇത്. കാരണം ഞാനും ഒരു വളരെ 125 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിൻ്റെ ആക്ടിംഗ് മാനേജരായിട്ട്, എൻ്റെ അമ്മയും മാനേജരായിരുന്നു. ആക്ടിംഗ് മാനേജരായിട്ട് ഞാൻ ഇരിക്കുകയും അധ്യാപകരുമായും കുട്ടികളുമായും എല്ലാം വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇടപെട്ട് പോവുകയും ചെയ്ത നമ്മുടെ കുടുംബത്തിൻ്റെ സ്കൂളാണ്. അറിയുമെന്നറിയില്ല, അമ്പലപ്പുഴയ്ക്ക് അടുത്ത് റെയിൽവേയുടെ ഓഫീസുണ്ട്, കാക്കാഴം എന്ന് പറയും. കാക്കാഴം സ്കൂളിൽ പഴയ TTC ഒക്കെയുള്ള സ്കൂളാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് അറിയാം എത്രമാത്രം ഹൈറ്റ് പോകാൻ പറ്റുന്ന, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവുന്ന ആ ആള് ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ ബാലചന്ദ്രനെ വിളിച്ചു പറയണം അഴിമതിക്കാരനാണ്, സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നയാളാണ് പറയുക. അദ്ദേഹം എന്നെ 2-3-4 പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, രാജീവ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ സാറേ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നെപ്പറ്റി എന്ത് പറയുന്നു അത് എനിക്ക് അത്രയും നല്ല മൈലേജ് കൂട്ടത്തേ ഉള്ളൂ. ഞാൻ അഴിമതിക്കാരനെങ്കിൽ അഴിമതിക്കാരൻ എന്തൊക്കെ പറയുള്ളൂ. ഒന്നും ചെയ്യാത്തവൻ അഴിമതിക്കാരൻ എന്ന് പറയത്തില്ലല്ലോ, എന്തെങ്കിലും ചെയ്യുന്നവനല്ലേ അഴിമതിക്കാരൻ എന്ന് പറയൂ. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു, രാജീവേ ഇന്നൊരു അത്ഭുതം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് രാജുവിനെ പറ്റി ഒരാൾ നല്ലത് പറഞ്ഞു. ഞാനത് കേട്ടപ്പോഴത്തേക്ക് സന്തോഷം കൊണ്ട് എനിക്ക് വല്ലാതായിപ്പോയി. കാരണം ഞാനപ്പോൾ പറഞ്ഞു, സാറേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ദൈവസാക്ഷിയുള്ള കാര്യം പറഞ്ഞേ. ഞാൻ പറഞ്ഞത് ഒരാൾ പറഞ്ഞു, ഈ കോക്കനട്ട് ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്തുന്ന ഒരു മനുഷ്യനാണത് പറഞ്ഞതെന്ന് പറഞ്ഞു. രാജുവെന്നായിരുന്നു അദ്ദേഹം ആണ് പറഞ്ഞതെന്ന് പറയും. അദ്ദേഹത്തിന് എനിക്കറിയില്ല, എന്നെ അറിയുമോ എന്നും അറിയില്ല. അദ്ദേഹത്തിന് എന്നെ അറിയാമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് പറഞ്ഞു. എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ്. നമ്മളുടെ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള അങ്ങേറ്റം, കാരണം മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന സമുദായാചാര്യൻ ഒരു പിടിയരിയുടെ മാജിക്കാണ് അദ്ദേഹം കാണിച്ചു തന്നത്. ആ ഒരു പിടിയരി കൊണ്ട് 10,000 കോടിക്ക് മേലുള്ള ഒരു സംഭവം നമുക്കായിട്ട് അദ്ദേഹം ഉണ്ടാക്കി തന്നെങ്കിൽ ഇന്ന് നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ, നെറുകേടുകൾ, അതിനെതിരെ പ്രതികരിക്കാനും അതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുവാനും ഇത്ര ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എത്രമാത്രം ചെറുതായി പോകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി.
എത്രമാത്രം ചെറുതായി പോകും. കാരണം ഒരു ഈ പറയുന്ന തരത്തിൽ ഈ ട്രാൻസ്പോർട്ടിങ് സൗകര്യങ്ങളില്ലാതിരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളില്ലാതിരുന്ന, ഒന്നുമില്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത്രയും വലിയൊരു സംരംഭം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ, ഇതെല്ലാമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന വെറും ദരിദ്രരെന്ന് പറയുന്ന ആൾക്കാരായി നമ്മൾ മാറുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ. എല്ലാവരുടെയും പിന്തുണ 2016, അതായത് നമ്മുടെ ഇപ്പം ആഗസ്റ്റ് 14-ാം തീയതി നടക്കുന്ന 10 മണിക്ക്, രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്, അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ താലൂക്ക് യൂണിയൻ മെമ്പർ ഒരാൾ എന്നെ വിളിച്ചിരുന്നു രാത്രി. അദ്ദേഹം അവിടെ പ്രൈവറ്റ് സ്കൂൾ നടത്തുന്ന കക്ഷിയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്, രജുവേ എവിടം വരെയായി? ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല ചേട്ടാ, കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ടെന്നോ. ഞാൻ പറഞ്ഞ അവർ നീക്കങ്ങൾ വളരെ ശക്തമായിട്ട് നടത്തുകയാണ്, ചെന്നിത്തലയൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കുക. അവർ 2 വണ്ടി പോലീസുകളും മറ്റും അതൊക്കെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യുകയാണ്. അത് വളരെ സൂക്ഷിച്ചോണം, അവിടെ നിന്നുണ്ടെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ലിജുവിനെ വിളിച്ചു. നമ്മുടെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. ഞാൻ ലിജുവിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു ഒന്നുമില്ല കേട്ടോ, അതിനകത്ത് കാര്യമൊന്നുമില്ല. അങ്ങനെ പലരും അവരെ കണ്ടു ഇവരെ കൊണ്ടു എന്നൊക്കെ വിളിച്ച് പറയുന്നു. എന്തെന്ന് ഇന്ന് പോലീസുകാർ പലതവണ എന്നെ വിളിച്ചു. കാരണം എനിക്ക് ഇതേയായിട്ടും എനിക്ക് മൈക്കിൻ്റെ സാങ്ഷൻ തന്നിട്ടില്ല. കാരണം അവരുടെ ഇടപെടലുകൾ അതുപോലെ ശക്തമാണ്. കാരണം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ടെന്നാണ് അവർ വിളിച്ച് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിൽ നടക്കുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സഹായവും നായർ ശബ്ദം എന്ന നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കും ഒപ്പം നമ്മുടെ ഈ പരിപാടിക്കും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, താഴ്മയായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. 14-ാം തീയതി അമ്പലപ്പുഴയിൽ നടക്കുന്ന കൂട്ടായ്മയിൽ പരമാവധി ആൾക്കാർ പങ്കെടുക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരത്തിൽ നടത്തുകയാണ്. യോഗം ആരംഭിക്കുന്നതിന് വേണ്ടി ചീഫ് ഗസ്റ്റ് ഓൾറെഡി അവിടെ 5 മിനിറ്റിനകം നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേരും. അപ്പം യോഗം ആരംഭിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ വിനോദ് കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. ആദരണീയനായ മുൻ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവர்கள் അല്പസമയത്തിനകം എത്തിച്ചേരുന്നതാണ്. നമുക്ക് പ്രോഗ്രാമുകൾ വളരെ വേഗത്തിൽ ഷോർട്ട് ആൻഡ് സ്വീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ശ്രീ കോന്നി ഗോപകുമാർ മന്നത്തിൻ്റെ ചെറുമക്കൾ ആദരണീയനായ രാധാകൃഷ്ണൻജി ഒക്കെ സ്റ്റേജിലേക്ക് കയറിയിരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. കോന്നി ഗോപകുമാർജി, നമുക്ക് യോഗം എത്രയും വേഗം തുടങ്ങാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. മന്നത്താചാര്യൻ പിടിയേരി പിരിവിനു വേണ്ടി MP മൻമോഹൻ സാറിനെ നിയോഗിച്ച സമയം വീട് വീടാന്തരം കയറിയിറങ്ങി പിരിവ് നടത്തുന്നതിന് വേണ്ടി അന്ന് പന്തളം PR രചിച്ചതായിട്ടുള്ള അതിമനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കേരളം കണ്ടിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാനമാണ്.
ആചാര്യ അനുസ്മരണം. ശ്രീപത്മനാഭ പ്രഭോ വന്ദേ ശ്രീധരി പാർവതി പ്രിയസുതം ആചാര്യതേ മംഗളം വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാമിതേ വന്ദേ ഹൃദയ പദ്മമധ്യ സുലസൽ ആചാര്യ തുഭ്യം നമഃ. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ അയർക്കുന്നം രാമൻ നായർ അവരെ ക്ഷണിക്കുന്നു. ആദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ സുഹൃത്തുക്കൾ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം കേരളത്തിൽ ഒരു പുതിയ ശബ്ദം നായർ സമുദായത്തിൻ്റെ ഉയർത്തുന്നതിൻ്റെ ശംഖുനാദം ഈ തലസ്ഥാന നഗരിയിൽ നിന്നും മുഴങ്ങട്ടെ എന്ന് കരുതിയാണ് നായർ സംരക്ഷണ സമിതി ഇങ്ങനെയൊരു സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ കോടതി വഴിയും മറ്റു മേഖലകളിലും നായർ സമുദായത്തിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടി, അതിൻ്റെ കെടുകാര്യസ്ഥതയുടെ അന്ത്യം കുറിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒട്ടനവധി പേർ പരിശ്രമിക്കുന്നു. അത് പല പല കൂട്ടായ്മകളായി അമ്പലപ്പുഴയായാലും കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും ഗുരുവായൂരാണെങ്കിലും മറ്റു പല മേഖലകളിലും ചെറിയ ചെറിയ കൂട്ടായ്മകൾ നടന്നു വരുന്നുണ്ട്. എന്നാൽ അതിലൊരു ഏകോപനം ഉണ്ടാകേണ്ട ഒരു അനിവാര്യത സംഭവിച്ച സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം വെച്ചുകൂട്ടായി. അതോടൊപ്പം തന്നെ കിടങ്ങൂർ മുതൽ സുകുമാരൻ നായർ വരെയുള്ളവരുടെ ജീവിതത്തിലെ ചെയ്തികളെക്കുറിച്ച് ഒരു പുസ്തകം തയ്യാറാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 6-7 പേരുടെ നിരന്തരമായ പരിശ്രമ ഫലമായി ഒരു പുസ്തകം 1ാം വാല്യം ഇറക്കി. ഇനി അടുത്ത ലക്കം ഇറങ്ങുന്നുണ്ട്. ഇത് ജനങ്ങളിൽ എത്തിക്കുമ്പോൾ എന്താണ് നായർ സമുദായത്തിൽ ഇന്ന് നടക്കുന്നതെന്ന് ഏറെക്കുറെ ഒരു അവബോധമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാത്തത് കൊണ്ട് സംഭവങ്ങളുടെ ഗതിവിഗതികൾ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പുസ്തകം തയ്യാറാക്കാനും അത് തലസ്ഥാന നഗരിയിൽ അത് പ്രകാശനം ചെയ്യാനും തീരുമാനിച്ചു. അതിന് ഞങ്ങൾ ആളുകളെ തീരുമാനിച്ചപ്പോൾ കീഴൂട്ട് രാമൻപിള്ളയുടെ മകൻ, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ശ്രീ KB ഗണേഷ് കുമാർ, നായർ സമുദായത്തിൻ്റെ ഈടുറ്റ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ മന്ത്രിയും NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും പ്രതിനിധി സഭാ മെമ്പറുമായ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അടുത്ത കാലത്ത് അദ്ദേഹത്തെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കി, താലൂക്ക് യൂണിയന്റെ ഭരണസമിതിയിൽ നിന്നും പുറത്താക്കി. ഇത് സ്വാഭാവികതയുടെ പേരിൽ ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയുള്ള തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണ്. ഈ പുസ്തകം എഴുതുവാനും
ഈ നായർ സംരക്ഷണ സമിതിയിൽ പ്രവർത്തിക്കുന്നത്. അതായത് ദേവദാരുവിലെ ഇത്തിക്കണ്ണികൾ എന്ന് പറഞ്ഞപ്പോൾ ഭാഷാശൈലി കൂടിയെന്ന് എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ പറഞ്ഞു. കൗതുകരമായിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ബഹുമാന്യനായ പ്രൊഫസർ വിനോദ് സാറ്, അദ്ദേഹം ഈ രംഗത്ത് നമ്മുടെ ഒരു ശക്തമായ ശബ്ദവും സംഘാടകരുമാണ്. അദ്ദേഹത്തോടൊപ്പം മറ്റേ DKG MR ഉണ്ണി സാറ്, ഇങ്ങനെ ഒട്ടനവധി പേരുടെ സഹായത്തോടു കൂടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അടുത്ത ലക്കത്തിൽ നമുക്ക് പരിഹരിക്കാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം. വളരെ ആലോചനയോടുകൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ സമ്മേളന വേദിയിലേക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ ശ്രീ KB ഗണേഷ് കുമാർ അവളുകളെ ക്ഷണിച്ചത്. അദ്ദേഹം ഇപ്പോൾ വരും. അദ്ദേഹത്തെ ഈ സംഘടനയുടെ പേരിൽ ഇവരുടെ സാന്നിധ്യത്തിൽ, എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം പറഞ്ഞു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് വിനോദ് കുമാർ സാർ. കഴിഞ്ഞ 5 വർഷമായി നിസ്തന്തരമായി കോടതി മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും അദ്ദേഹം അർപ്പണ മനോഭാവത്തോടെ കൂടി ഒരു പരിവർത്തനം ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രൊഫസർ വിനോദ് കുമാർ സാറാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. എന്തുകൊണ്ടും ആത്മാർത്ഥതയും സത്യസന്ധതയും കൈമുതലാക്കിയിട്ടുള്ള അദ്ദേഹത്തെ വിനയപൂർവ്വം സ്വാഗതം. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് EP ശ്രീനിവാസൻ സാറാണ്. നായർ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മഹാൻ വ്യക്തിത്വമാണ് ശ്രീനിവാസൻ സാർ. എന്തുകൊണ്ടും ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് ആദ്യമായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ഇതിൽ മുഖ്യ ഭാഷണം നടത്തുന്നു സിനിമാ രംഗത്തെ പ്രഗത്ഭനായ, എല്ലാവരും അറിയപ്പെടുന്നു, ആദരിക്കുന്നതുമായ അനൂപ് ചന്ദ്രൻ. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെയെത്തും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ആമുഖ പ്രഭാഷണം, എന്താണ് ഈ പുസ്തകം, ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതിനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ സമിതിയിലെ ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ഉൾപ്പെട്ടിട്ടുള്ള അഡ്വക്കേറ്റ് TKG നായർ. അദ്ദേഹം മുമ്പ് പ്രസംഗിച്ചു. അദ്ദേഹം കരയോഗം പ്രസിഡന്റാണ്. സമൂഹത്തിലെ കരയോഗങ്ങളുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ആശംസാ പ്രസംഗം നടന്ന പത്രപ്രവർത്തകനും അധ്യാപകനും സാംസ്കാരിക നേതാവുമായ കോന്നി ഗോപകുമാർ സാർ. കോന്നി കുംഭകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി എത്തിയിരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ, ആക്കം കൂട്ടാൻ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ബാലകൃഷ്ണപിള്ള സാറിന്റെ ചൈതന്യവും നേതൃത്വവും ഉൾക്കട്ടെ. ആ ധന്യനായ ഈ നിമിഷത്തിന് ആവേശം പകരാൻ ഇവിടെ എത്തിയ ഗണേഷ് കുമാർ സാറിനെ ഈ സംഘടനയുടെ പേരിൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തന രാജ്മോഹൻ കൈമൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടനയുടെ പ്രധാന തിരുവനന്തപുരത്തെ ശില്പിയാണ് CR രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അനിൽ മാല്യത്ത് തുടങ്ങിയ ഒട്ടനവധി സുഹൃത്തുക്കൾ ഈ വേദിയെ സമ്പുഷ്ടമാക്കാൻ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാന്യരായ ചാനലു പ്രവർത്തകരെ, പത്രപ്രവർത്തകരെ, കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ
അധ്യക്ഷ പ്രസംഗം വിനോദ് കുമാർ. ഇത് നോക്കിക്കോളേ ഫേസ് വരാം. ആദരണീയനായ നമ്മളുടെ വിശിഷ്ടാതിഥി മുൻ മന്ത്രി നായർ സർവീസ് സൊസൈറ്റിയുടെ അജയ്യനായ നേതാവ് ശ്രീ കെ വി ഗണേഷ് കുമാർ അവർകൾ, സ്വാഗതം ആശംസിച്ച ശ്രീ അയ്യപ്പൻ രാമൻ നായർ, ഉടൻ തന്നെ എത്തിച്ചേരുന്ന ശ്രീ അനൂപ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് കെ ജി നായർ, പ്രൊഫസർ കോന്നി ഗോപകുമാർ, ശ്രീ രാജ്മോഹൻ കൈമൾ, ശ്രീ ആർ രാധാകൃഷ്ണൻ, ശ്രീ അനിൽ മാല്യത്ത്, ഈ സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്നതായിട്ടുള്ള ബ്രിഗേഡിയർ മോഹൻ പിള്ള സാറ്, വേദിയിൽ ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്നലെ പത്രസമ്മേളനത്തിൽ എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നലെ നമ്മൾ പറഞ്ഞത് മാതിരി തന്നെ നായർ സർവീസ് സൊസൈറ്റി എന്തുകൊണ്ട് തിരുവനന്തപുരംകാരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ ശോച്യാവസ്ഥയും MG കോളേജിൻ്റെ അവസ്ഥയുമൊക്കെ. ഏറ്റവും അവസാനമായി നായർ സർവീസ് സൊസൈറ്റിക്ക് ആതുരദാസ് സ്വാമി നൽകിയതായിട്ടുള്ള ഒരു ഹോമിയോ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരവും ഇപ്പോഴത്തെ നേതൃത്വം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിന് ദാനമായി കിട്ടിയ 50 ഏക്കർ ഭൂമി കോളേജിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. വടക്കാഞ്ചേരി വ്യാസ കോളേജിൻ്റെ വസ്തു സംബന്ധമായ തർക്കം പഴയ ജ്ഞാനാശ്രമം ട്രസ്റ്റുമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ മന്നത്താചാര്യൻ തൻ്റെ ജീവിതം കൊണ്ട്, ഇവിടെ ആദ്യമേ പാടിയ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പിടിയേരി പിരിക്കുന്നതിന് ഉൽപ്പന്ന പിരിവുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി ചേർത്തല കോളേജിൻ്റെ നിർമ്മാണ സമയത്ത് ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം പ്രഗത്ഭനായ നായർ സമുദായത്തിലെ കവി പന്തളം PR രചിച്ചതായിട്ടുള്ള പ്രാർത്ഥന ഗാനമാണ് ഇവിടെ ചൊല്ലിയത്. ആ പാട്ട് പാടിക്കൊണ്ടാണ് ചേർത്തലയിലെ ചൊരിമണലിൽ നഖഞ്ചപമായ ചൂടും അതുപോലെ ലലാടന്തമായ വെയിലും എന്ന് സാഹിത്യകാരൻ പറയുന്ന ആ ചൊരിമണലിൽ നടന്ന് ഉൽപ്പന്നങ്ങൾ പിരിച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. ഞാൻ വൈക്കംകാരനാണ്, തൊട്ട് പടിഞ്ഞാറ് വശം വേമ്പനാട് കായൽ, അതിൻ്റെ തൊട്ടപ്പുറത്ത് വള്ളിപ്പുറം കോളേജ്. ആ കോളേജിൻ്റെ തിരുമുറ്റത്ത് മോഹൻലാലൊക്കെ അഭിനയിച്ച സിനിമകൾക്കകത്ത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ സിനിമകൾക്കകത്ത് വലിയ മണൽക്കൂനകൾക്ക് അപ്പുറത്തുനിന്ന് മോഹൻലാൽ ചുവന്ന കൊടിയുമായിട്ട് ഇങ്ങനെ വരുന്നതായിട്ടുള്ള റീലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ മണൽക്കൂനകളെല്ലാം വിറ്റ് തുലച്ച് ആ കോളേജിൻ്റെ അങ്കണം ഇന്ന് ചതിപ്പു നിലമാക്കി മാറ്റിയിരിക്കുക. ആ ചരിത്രമൊക്കെ ആരെങ്കിലും അറിയണം. ഇത് ഞങ്ങൾ ആദ്യമേ എറണാകുളത്ത് വെച്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ കള്ള കഥകൾ ഉണ്ടാക്കുക, കുറേ ആളുകൾ സമുദായത്തെ നശിപ്പിക്കുക. അപ്പം ഞങ്ങൾക്ക് അന്ന് ലേബൽ തന്നിട്ടുണ്ട്, ഈ സമുദായത്തിൻ്റെ അന്ധകർ, അതുപോലെ തന്നെ സമുദായ ദ്രോഹികൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ ഞങ്ങൾക്ക് ചാർത്തി തന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു മടിയില്ല. 18ാമത്തെ വയസ്സിൽ കാട്ടാമ്പാക്ക് 336 കരയോഗത്തിൻ്റെ ഒരു ഗ്രാമത്തിൽ നിന്നും തുടങ്ങിയ കരയോഗ പ്രവർത്തനമാണ്. വൈക്കം താലൂക്ക് യൂണിയൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പടിപടിയായി കയറി വന്ന് ഡയറക്ടർ ബോഡി പോയപ്പോൾ ഞാൻ പറഞ്ഞു, തെറ്റുകൾ കണ്ടാൽ വിമർശിക്കും, അതുകൊണ്ട് എൻ്റെ യൂണിയൻകാരോട് പിണങ്ങരുത്. കന്യാകുമാരിയിലെ വസ്തുവിൻ്റെ വിൽപ്പന സമയത്ത് ഒരു ഒബ്ജക്ഷൻ പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് എന്നോട് ശത്രുതാപരമായി നീങ്ങിയത്. ഇന്ന് നിങ്ങളുടെ മുമ്പ് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല. സത്യസന്ധമായി തുറന്നു പറയണം, വൈക്കംകാര് പ്രയോഗിക്കാൻ പറ്റാത്ത, ഈ സഭയിൽ പ്രയോഗിക്കാൻ പറ്റാത്ത സഭ്യമല്ലാത്ത ഭാഷ എൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ എനിക്ക് കൈ ചൂണ്ടി സംസാരിച്ച് എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന രാജിയെടുത്ത് മുഖത്തെറിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം വന്നു. അന്ന് തുടങ്ങിയതാണ് ഈ ഫൈറ്റ്. തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം നന്നാവണം. ഞാനൊക്കെ MSc പഠിച്ചു കഴിഞ്ഞ ശേഷം കിടങ്ങൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു ദ്വാരപാലകനായ നിന്ന മനുഷ്യൻ വൈക്കംകാര് അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരെന്ന് പുലഭ്യവാക്കുകൾ പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി പറഞ്ഞു. ഞങ്ങൾ പട്ടികളൊന്നും അറിയൊന്നുമല്ല, അഭിമാനമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇതാ 3 സ്ഥാനത്ത് നിന്നുള്ള രാജി ഇതേ ഒരു രോമം പറിച്ചു കളയുന്നതായിട്ടുള്ള ക്ഷമതയോടുകൂടി ഇന്നിപ്പോ ആചാര്യനോടൊപ്പം സമുദായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു മഹാനുഭാവന്റെ പുത്രനോടും അതേ നടപടിക്രമം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ കഴുത്ത് കെട്ടുന്ന ഇതെന്തോ ഏകാധിപത്യം. ഈ ഏകാധിപത്യത്തിനെതിരെ സംസാരിച്ച് തെളിവുകളടക്കം നിങ്ങളുടെ മുമ്പിൽ നിലത്താൻ വേണ്ടിയാണ് ഞങ്ങളൊരു പുസ്തക രൂപത്തിൽ അതിൻ്റെ ആദ്യത്തെ ശ്രമമേ ആയിട്ടുള്ളൂ. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ NSS കോളേജിൽ പ്രിൻസിപ്പൾമാരായിട്ടിരുന്ന ആളുകൾ പറഞ്ഞു, എടോ വേറെ ഒത്തിരി കഥകൾ എഴുതാനുണ്ട്. ഞാൻ MRA കോളേജിൽ ഇരിക്കുമ്പോൾ കോളേജിൻ്റെ പരിസരത്ത് ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആരോട് പറയാൻ? അത് കഴിഞ്ഞപ്പോൾ പറയുന്നു മഞ്ചേരി കോളേജിൽ കോറിയാക്കി മാറ്റിയിരിക്കുന്നു. ആരോട് പറയാൻ? പിന്നെ പല എസ്റ്റേറ്റുകളിലെയും ചന്ദനം വെട്ടിയ കഥകളൊന്നും ഇന്നത്തെ പെടുത്തിയിട്ടില്ല. തെളിവുകളില്ലാത്ത ഒന്നും ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ ചിലർ
ധനലക്ഷ്മി ബാങ്കിൻ്റെ കഥ പറഞ്ഞു. ഞങ്ങൾക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. തെളിവുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ പുസ്തക രൂപത്തിൽ കൊണ്ടുവരാമെന്ന് വെല്ലുവിളിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആക്ഷേപങ്ങൾക്കെതിരെ നട്ടെല്ലുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, ഒരു കുടുംബ വാഴ്ചയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ഈ സംഘടനയെ കമ്പനി നിയമത്തിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് നായന്മാർക്കിടയ്ക്ക് കഴിവില്ലാത്തവരായതുകൊണ്ടല്ല. ഈ സംഘടന മുഴുവൻ തുടങ്ങിയത് നായന്മാർ മുഴുവനൊന്നുമല്ല. മഞ്ചേരിയിൽ വസ്തുദാനം ചെയ്തവരുടെ എല്ലാം ലിസ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നായന്മാർ മാത്രമല്ല, കേരളക്കര മുഴുവൻ ആചാര്യന്റെ മുമ്പിൽ തൊഴുതു വണങ്ങി അദ്ദേഹത്തിന്റെ തൃച്ചേവടികൾ ദാനം നൽകിയ ഭൂമിയാണ് ഇന്ന് അന്യാധീനപ്പെടുന്നത്. അതിൽ വേദനയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയത്. മറ്റൊന്നും എനിക്ക് പറയാനില്ല നിങ്ങളോട്. തീർച്ചയായിട്ടും ഞങ്ങൾ കൂട്ടായ്മയായിട്ട് TKG നായർ അഡ്വക്കേറ്റാണ്. അതുപോലെ ഈ ഗ്രൂപ്പിനകത്ത് പറഞ്ഞ അയർകുന്നനാഥൻ നായർ മന്നത്തിന്റെ കൂടെ സന്തത സഹചാരിയെ പോലെ പ്രസംഗകനായി നടന്ന ആളാണ്. വളരെ ചെറുപ്പം അങ്ങനെയുള്ള ആളുകൾ ചേർന്ന് എഴുതിയ ഒരു ഗ്രന്ഥമാണ്. വളരെ ലഘുമാണ്. അത് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നു. പ്രതിസന്ധികൾ പലതുമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങൾ തടയാനും അടിക്കാനും ഒക്കെ പെരുന്നേൽ വെച്ച് പ്രകാശനം ചെയ്യാൻ ആദ്യം പ്ലാൻ ചെയ്തു. പിന്നെ കുറച്ചുകൂടെ കൺവീനിയൻറ്റ് പത്രക്കാർക്കൊക്കെ എത്തിച്ചേരാൻ പറ്റിയ സ്ഥലം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം പ്രോപ്പറാണെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരുവനന്തപുരം തിരഞ്ഞെടുത്തത്. കുറച്ചുകൂടെ നല്ല കൺവീനിയൻ്റായ എയർ കണ്ടീഷൻഡ് കുറെ കൂടെ ഭംഗിയായിട്ട് ഒരു റൂം കിട്ടി. പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറും. ക്ഷമിക്കണം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കൂടുതൽ സൗകര്യം പ്രമാണിച്ച് നമ്മൾ പുതിയ ഹാളിലേക്ക് വന്നു. നിങ്ങളോടെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരണീയ ഗണേഷ് കുമാർജി കൃത്യസമയത്തെത്തി. അദ്ദേഹത്തിൻ്റെ സമയത്തിൽ വിഘാതം വരുത്താൻ പാടില്ല എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യമേ തന്നെ സ്വാഗതമൊക്കെ പറഞ്ഞ് പരിപാടികൾ തുടങ്ങി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജയ് NSS എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി. ദേവദാരി വിലയിരുത്തിക്കണ്ണികൾ എന്ന ഈ മഹാ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മളെല്ലാം സ്നേഹിക്കുകയും കേരളം സ്നേഹിക്കുകയും ചെയ്യുന്ന നായർ സമുദായത്തിൻ്റെ കുടുംബത്തിലെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമായ ശ്രീ KV ഗണേഷ് കുമാർ അവர்கள் സവിനയം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ഡോക്ടർ CR വിനോദ് കുമാർ സർ, പ്രിയപ്പെട്ട അയർകുന്നൻ രാമൻ നായർ ചേട്ടൻ, ഡോക്ടർ TP ശ്രീനിവാസൻ സാറ്, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ സഹോദരൻ അനൂപ് ചന്ദ്രൻ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് TKG നായർ ചേട്ടൻ, പ്രിയപ്പെട്ട കോന്നി ഗോപകുമാർ, ശ്രീ രാജ്മോഹൻ കൈമൾ, ശ്രീ CR രാധാകൃഷ്ണൻ, വിംഗ് കമാൻഡർ അഡ്വക്കേറ്റ് അനിൽ മല്യത്ത്, പ്രിയപ്പെട്ട ഇതിൻ്റെ എല്ലാം ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന ബ്രിഗേഡിയർ മോഹൻ സാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സ്നേഹമാണ് മാധ്യമ സുഹൃത്തുക്കൾ. വളരെ പേരുകൊണ്ട് തന്നെ അർത്ഥവത്താവുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ദേവദാരിയിലെ ഇത്തിൽ കണ്ണികൾ. വേദങ്ങളുടെ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവിത്രമായ ഒരു വൃക്ഷമാണ് ദേവദാരു. ദേവദാരു വൃക്ഷത്തിൽ ഇത്തിക്കണ്ണി വന്നു കഴിഞ്ഞാൽ വൃക്ഷമാരും വെട്ടാറില്ല, ഇത്തിക്കണ്ണി വെട്ടിക്കളയാറാണ് നടപടി. ദേവദാരു വൃക്ഷം വളർന്നു വരാൻ തന്നെ വലിയ പ്രയാസമാണ്. ആ വൃക്ഷം വളർന്നു വന്നു കഴിഞ്ഞാൽ ദൈവിക സാന്നിധ്യമുള്ള പവിത്രമായ വൃക്ഷത്തിൽ കടന്നു കയറുന്ന ഇത്തിൽ കണ്ണിയെ വെട്ടി ദൂരെ എറിയുക എന്നുള്ളതാണ് ഇന്ന് സമൂഹം ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിന് ഏറ്റവും അനുയോജ്യമായ പേരാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇതിനെ പ്രിൻ്റ് ചെയ്ത് വായിക്കാനൊരു അവസരം കിട്ടി. മുഴുവനായി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അധ്യക്ഷൻ പറഞ്ഞതുപോലെ തെളിവുകളുള്ളതും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. കേരളത്തിലെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഈ പുസ്തകം വായിക്കണം. നായർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും ഈ പുസ്തകം വായിക്കും. ഇത് ഒരു മഹാപ്രസ്ഥാനം തൻ്റെ ജീവിതം മുഴുവൻ സമുദായത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, നാടിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, നഗ്നപാതനായി ഒറ്റ മുണ്ടും ഒറ്റ വസ്ത്രവും, ഇത് മഹാത്മാഗാന്ധിക്ക് ശേഷം ഏറ്റവും ലാളിത്യമുള്ള വസ്ത്രം ധരിച്ച്, ലളിതമായ ജീവിതം നയിച്ച്, ലഘുഭക്ഷണം കഴിച്ച്, ഒരു സന്യാസിയെ പോലെ പോകുന്ന വഴിക്ക് കിട്ടുന്നത് എന്തും ആര് കൊടുക്കുന്നതും, ഏത് ദരിദ്രൻ കൊടുക്കുന്നതും സമ്പന്നൻ കൊടുക്കുന്നതും ഒരുപോലെ ഭക്ഷിച്ചൊരു
മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹി, ദൈവതുല്യനായ മന്നത്ത് പത്മനാഭൻ പിടിപ്പണം വാങ്ങി പാവപ്പെട്ടവൻ്റെ ഒരു നേരത്തെ അന്നത്തെ വെച്ചിരുന്ന പോലും എടുത്ത് സംഭാവനയായി അദ്ദേഹത്തിന് നൽകി കാണിച്ച സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നായർ സർവീസ് സൊസൈറ്റി. അതിനെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ. കേരളത്തിലെ മുഴുവൻ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് സ്വപ്നം കണ്ട മന്നത്ത് ആചാര്യന് വളരെ വർഷം മുമ്പ് തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുവെങ്കിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നായർ സർവീസ് സൊസൈറ്റി, ഒരുപക്ഷെ SNDP-യേക്കാൾ ക്രിസ്തീയ മിഷണറികളെക്കാൾ ഏറ്റവും അധികം സ്കൂളുകൾ സ്വന്തമായി ഒരു സമുദായത്തിന് നിർമ്മിക്കാൻ കഴിഞ്ഞതും സ്ഥാപിക്കാൻ കഴിഞ്ഞതും മന്നത്ത് ആചാര്യനാണ്. മന്നത്ത് ആചാര്യൻ സ്ഥാപിച്ചതേ ഉള്ളൂ. മന്നത്ത് ആചാര്യൻ നായർ സമുദായക്കാർ ഏറ്റവും കുറച്ച് താമസിക്കുന്ന മഞ്ചേരിയിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി മലപ്പുറം ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിട്ട് നിൽക്കുമ്പോൾ ആ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും ഗംഭീരമായ വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം സ്ഥാപിച്ചത് മന്നത്ത് ആചാര്യനാണ്. മലപ്പുറം ജില്ലയുടെ ഇന്നത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ ആദ്യത്തെ അടിസ്ഥാന ശില എന്ന് പറയുന്ന ആചാര്യൻ സ്ഥാപിച്ച കോളേജ്. അങ്ങനെ കണ്ണൂർ മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയും കോളേജുകൾ സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കോളേജ് എന്ന സങ്കല്പമാണ് കരമന NSS കോളേജ് അദ്ദേഹം സ്ഥാപിച്ചത്. ഇത്ര വലിയ ആശയമാണ്. കാരണം സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നാണ്. സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം കോട്ടയം ജില്ലയിൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ വിഷനാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്ന അമ്മ, തൻ്റെ പ്രിയപ്പെട്ട മാതാവാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തിരി തെളിച്ചത്. സ്ത്രീ അകത്തളത്തിൽ ഇരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് സ്വന്തം അമ്മയെ മുൻനിരയിൽ കൊണ്ടുവന്ന അമ്മ നിലവിളക്ക് കൊളുത്തി വെച്ച് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് ചില ആളുകൾ കൈയടക്കിയില്ല. അത് നേരായ വഴി. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു വലിയ ഭരണഘടനയുള്ള ഒരു ജനാധിപത്യ രാജ്യം, മതേതരത്വം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യത്തിൽ. ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്ത് ആചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണ്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തികളും ഈ തൽപര കക്ഷിയും അജ്ഞാനുവർത്തികളുമാണ് ദേവദാരു വൃക്ഷത്തിലെ ഇത്തിക്കണ്ണികൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഭയപ്പെടുത്താൻ ഇവിടെ പ്രചരിപ്പിച്ചു. ഈ സമ്മേളനം പ്രസ് ക്ലബിന് അടുത്തുള്ള ഒരു നാഷണൽ ക്ലബിലാണ് വെച്ചിരുന്നത്. വന്നം ക്ലബിലാണ്. ഞാൻ അദ്ദേഹം ബ്രിഗേഡ് വരുമ്പോഴേ ഞാൻ പറഞ്ഞു, മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ അന്തസ്സായി തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ സ്ഥലം പ്രസ് ക്ലബ്ബാണ്, അവിടെ പോരെ എന്ന് ചോദിച്ചു ഞാൻ ആദ്യം തന്നെ. എന്തിനാണ് ഒരു ക്ലബിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്? നമുക്ക് പ്രസ് ക്ലബ്ബിൽ പോരെ, തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ആകുമ്പം അന്തസ്സായിട്ട് കാര്യം പറയാം, അത് കേൾക്കാൻ ആളുകളുണ്ട്, അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. ആർക്കും ഞാൻ അന്ന് പറഞ്ഞു നമുക്ക് ആ പ്രസ് ക്ലബ്ബിൽ മതി, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അവിടെയും കൈകടത്തലാണ്. ദൂരം വളഞ്ഞ വഴിയിലൂടെ ശക്തിയായി സംഘടിച്ചു വരുന്ന വലിയ പ്രസ്ഥാനത്തിന് നായർ സർവീസ് സൊസൈറ്റിക്ക് എതിരായിട്ടല്ല ഈ പുസ്തകവും ഈ യോഗവും. നമ്മൾ മനസ്സിലായി. ഇതിനൊരു പേജ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. അതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, മന്നത്ത് ആചാര്യൻ തൻ്റെ പൗത്രിക്ക്, കൊച്ചുമകൾക്ക് NSSൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് നിശ്ചയിച്ചു. വേണ്ട, പാടില്ല, കൊടുക്കാൻ പാടില്ല. എൻ്റെ അച്ഛൻ 64 വർഷം NSS താലൂക്കിനെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ 18 വയസ്സിൽ മന്നത്ത് ആചാര്യൻ വാളകത്തെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് പത്തനാപുരം NSS താലൂക്കിൻ്റെ പ്രസിഡന്റാക്കുന്നത്. എൻ്റെ അപ്പൂപ്പനെ കണ്ട്, കീഴൂട്ട് രാമപിള്ളയെ കണ്ട്, മകനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോയത്. 64 വർഷം പത്തനാപുരം NSS താലൂക്കിനെ നയിക്കുകയും NSSന്റെ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റും സമ്പാദ്യവും ഉണ്ടാക്കിയ ഒരു താലൂക്കായി പത്തനാപുരം താലൂക്കിനെ മാറ്റിയത് R. ബാലകൃഷ്ണൻ. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ അപമാനിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പിടിച്ചു കെട്ടാൻ ഈ ഇത്തിക്കണ്ണികൾക്ക് കഴിഞ്ഞില്ല. ഇത്തിക്കണ്ണികൾ എന്ന് പറയുന്ന കൂടെ നടക്കുന്ന ഒരു പാവങ്ങളാണ്, അവർ ആജ്ഞാനുവർത്തികളാണ്. നമ്മൾ ഈ പറയില്ല, ആജ്ഞാനുവർത്തികൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള R. ബാലകൃഷ്ണപിള്ളയും പരമാവധി ഇവിടത്തെ NSSൽ ചേർന്നതാകാനുള്ള
രാമപിള്ള അന്ത്യകർമ്മം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യം ലഭിച്ച ആളാണ് ആർ ബാലകൃഷ്ണൻ. ആർ ബാലകൃഷ്ണനുടെ മകനെന്ന നിലയിൽ ഭയപ്പെടുന്നവനാണ് എന്ന് കരുതരുത്. തിരുവനന്തപുരത്ത് കുറച്ച് ആളുകൾ, തിരുവനന്തപുരത്ത് നായർ സമുദായത്തിൽപ്പെട്ടവരോട് ഞാൻ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങൾ മന്നത്ത് ആചാര്യന് വേണ്ടി സമരം ചെയ്യുക, തെരുവിലിറങ്ങുക. ധർമ്മശാസ്താപന അയ്യപ്പന് വേണ്ടി, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങി ശരണമന്ത്രങ്ങൾ ജപിച്ചു, അഭിമാനമായി നമ്മൾ കണ്ടു. പക്ഷേ ഇത്തരം ഇത്തിക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായ അംഗങ്ങൾ തെരുവിലിറങ്ങുന്നത് ഈ സമൂഹത്തിനും ഈ സമുദായത്തിന്റെ ആചാര്യനായ മന്നത്ത് ആചാര്യനും ആത്മാവിന് സഹിക്കാത്ത കാര്യമാണ്. അത് അഭിമാനക്ഷതമാണ്, ചെയ്യാൻ പാടില്ല. നമ്മൾ മന്നത്ത് ആചാര്യനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, നമ്മൾ ഇറങ്ങണം, ഇറങ്ങി തന്നെ ആകണം, ഇറങ്ങാതിരിക്കരുത് ഒരു നായരും. ഈ ഒരു സമരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, പല കാര്യങ്ങളും പറഞ്ഞു വരാം. സ്വന്തം കൊച്ചുമകൾക്ക് ജോലി നിഷേധിച്ച സ്ഥലത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി. 2 അഴിമതിയിൽ 2 പണമിടപാട്. അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന 2 വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനപ്പെട്ട. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 40 പേരെ NSS ജോലിയാണ്. അപ്പോൾ എല്ലാവരും ഒരാൾ ചോദിച്ചു, എന്താണ് NSS, എന്താണ് ഈ കാണിക്കുന്നത്? NSS എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല? ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ തൂപ്പ് ജോലിക്ക് കയറാൻ പോലും യോഗ്യതയുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് NSS മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അല്ലാതെ NSSന് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ NSSന് ആംബിയർ ഇല്ലാത്തതുകൊണ്ടോ അല്ല. ലോകം ഓടുകയാണ്. എന്താണ് പുതിയ യുഗത്തിലേക്ക് വന്നു. നമ്മളെല്ലാവരും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? IT രംഗത്തേക്ക് വന്നു, IT പാർക്കുകൾ സ്ഥാപിക്കുന്നു, IT രംഗത്ത് വലിയ വളർച്ച ഉണ്ടാക്കുന്നു, പഠിത്തം, അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നു, അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അനേകായിരം പ്രമുഖ വ്യക്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമുദായത്തിൽ ജനിച്ചവർ IT രംഗത്തൊക്കെ പ്രമുഖരുണ്ട്. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ഒരു IT പാർക്ക് തുടങ്ങി. അവിടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ, യുവതി യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ ഒരിക്കലും NSS ശ്രമിച്ചില്ല. പകരം ചായക്കട തുടങ്ങിക്കൊള്ളാണ് ഏറ്റവും നല്ല പദ്ധതി. മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ഏറ്റവും നല്ല പദ്ധതി തൂശനില. 3-4 സ്ത്രീകൾ ചേർന്ന് ഒരു ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയാം. അത് അവരെ ചെലവിൽ തുടങ്ങിക്കൊണ്ട് ലോൺ എടുക്കാൻ ധനലക്ഷ്മി ബാങ്ക് വരുമെന്നാണ്. ധനലക്ഷ്മി ബാങ്കിലേക്ക് ഞാൻ വരാം, ധനലക്ഷ്മി ബാങ്കിലേക്ക് വരാം. അതൊരു കഥയുണ്ട്, അത് നല്ലൊരു സ്റ്റോറിയാണ്. അത് മാധ്യമങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അറിയേണ്ട, മാധ്യമങ്ങളോട് ജനങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട, ഓരോ നായർ സമുദായമോ അല്ലാത്തവരും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവി, അതായത് മന്നത്ത് ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആർക്കും ഇരിക്കാവുന്ന കസേരയാണ്. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറി ഇരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറും. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും നല്ലതാണ്. ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. അപ്പോൾ നിങ്ങൾ 43 പേർക്ക് ഒരു വീട്ടിൽ ജോലി കൊടുത്തു. അത് ഒരു IT പാർക്ക് തുടങ്ങുന്നതിന് വരെ ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയും. തിരുവനന്തപുരത്തെ പ്രമുഖ നായർ നേതാക്കന്മാരൊക്കെ ഇപ്പം ചായക്കട നടത്തുക, ആ ഹോട്ടലിൽ നടത്തുക. മസാല ദോശയ്ക്ക് ഈയിടത്ത് ഒരു നേതാവ് പറഞ്ഞത് 5000 രൂപയാണ് ഗ്യാസിന് ഒരു ദിവസം കൂടി. എങ്ങനെ പിടിച്ചു നിൽക്കും? തുടങ്ങിയ ആൾ മിണ്ടില്ല, കേട്ടോണ്ട് ഉണ്ടായിരിക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റാതെ മറ്റേ ആൾ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് വെച്ച് എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. ഏതാ ഈ 5000 നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ നാളെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തുനിന്നും പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും എടുത്ത് വിളിക്കളയും. ആരെയും എടുത്ത് ഈ ചായ പാല് വെച്ചിട്ട് കലം ഇങ്ങനെ വൈക്കലേക്ക് ഇങ്ങനെ വാങ്ങി വെക്കുന്നതൊക്കെ വാങ്ങി വെക്കുന്നു. വല്ല നീതിബോധവും വല്ല ജനാധിപത്യമുണ്ടോ ഇതിനകത്ത്? ജനാധിപത്യം എന്ന് പറയുന്ന സാധനത്തിനകത്ത് അടുത്തൂടെ പോയിട്ടുണ്ടോ? മന്നത്ത് ആചാര്യൻ ഇത് രൂപീകരിച്ചത്. ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ കമ്പനി ആക്ടിനെ പറ്റി ഇവിടെ TK നായർ സാർ കൊണ്ട് അദ്ദേഹം ഇതിനകത്തൊരു കേസ് കൊടുത്താണ്. അത് നിയമപരമായിട്ടില്ല. ഞാൻ അറിയാൻ കഴിഞ്ഞത് 89 തവണ എങ്ങാണ്ട് കേസ് മാറ്റി വെച്ചാണ്. നമുക്ക് 89 പ്രാവശ്യം ഒരു കേസ് കോടതിയിൽ മാറ്റി വെപ്പിക്കുക. എന്നിട്ട് പറഞ്ഞ NSS വലിയ നേട്ടം കൈവരിച്ചു. NSSനെതിരെ ദുഷ്ടന്മാർ കേസ് കൊടുക്കുന്നു. ഇത് NSSനെതിരെയല്ല, ഈ യോഗം NSSനെതിരെയാണ്. അല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും, ഞാൻ കരയോഗത്തിൽ അംഗമാണ്, ഞാൻ NSS പ്രതിനിധിസഭാ അംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, അല്ലാതെ ഓടലക്കി വന്നതല്ല. ഞാൻ NSS താലൂക്കിലെ പ്രസിഡന്റ് ആയത് ഇലക്ഷനിലൂടെയാണ്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ താലൂക്കിലെ പ്രസിഡന്റ് ആകുമ്പോൾ എനിക്കെതിരെ ഇലക്ഷൻ ഉണ്ട്. എൻ്റെ താലൂക്കിൽ എനിക്കെതിരെ മത്സരിച്ച ആൾക്ക് ലഭിച്ചത് 6 വോട്ടാണ്. അതിൽ 4 വോട്ട് എൻ്റെ അച്ഛൻ്റെ ചിങ്കിടിയായി നടത്തിയും ഇപ്പോൾ അഡ്വോ കമ്മിറ്റി ആയിരിക്കും ചെയ്ത അലവലാതീയതാണ്. ഈ 2 വോട്ട് അതിനകത്ത് 6 വോട്ട് സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല. എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല.
ആ വോട്ടിനെതിരെ ഞാൻ ഏതാണ്ട് 200-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് NSS താലൂക്കിന് പ്രസിഡന്റ് ആളാണ്. ഞാൻ പോലും അറിയാതെ എനിക്കാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയ്ക്ക് ഡയറക്ടർ ബോർഡിൽ നിന്ന് മാറ്റിയതിന് കാര്യങ്ങളുണ്ട്. ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, 2 ചോദ്യങ്ങൾ. ഒന്ന്, എതിർക്കുന്നു എന്ന് പറയുന്ന കലാഞ്ഞൂർ മധുവിന്റെ സഹോദരൻ ബാലഗോപാലിനെ തോൽപ്പിക്കാൻ രഹസ്യമായി കൂടെ നിന്ന ബാലകൃഷ്ണപിള്ളയെയും ഗണേഷ് കുമാറിനെയും തോൽപ്പിക്കാൻ പരസ്യമായി നിലപാടെടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞത് സമദൂര സിദ്ധാന്തമാണ്, ഡയറക്ടർ ബോർഡിൽ വെച്ചാൽ ഞാൻ ആ സൈസ് ദൂരം ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊരു സമദൂര സിദ്ധാന്തമായിട്ട് തോന്നിയിട്ടില്ല എന്ന് മോത്തോക്കി പറഞ്ഞു. രണ്ടാമത്തെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് 30 വർഷക്കാലം ഈ വൃത്തികേടുകൾക്കെല്ലാം കൂടെ നിന്ന ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്ന ഹരികുമാർ കോയിക്കലിന്റെ മരണമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മിണ്ടാകത്തില്ല, ഭാര്യയ്ക്ക് അവിടെ ജോലിയുണ്ട്, അവർ പാവങ്ങളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഹരികുമാർ കോയിക്കൽ നമ്മൾ ലോകത്ത് എവിടെയും പോട്ടെ, ഞാൻ ഒരുപാട് മരണങ്ങളിൽ നമ്മളെല്ലാം പങ്കെടുക്കാറുണ്ട്. മരണം കഴിഞ്ഞ് അതിൻ്റെ അടക്കം പള്ളിയിലാണെങ്കിലും വീട്ടിൻ്റെ ശ്മശാനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അടക്കം കഴിഞ്ഞ് ചിത കത്തിച്ചതിന് ശേഷം മാത്രമേ ഏത് മഹത് വ്യക്തിയുടെയും ഏത് പാവപ്പെട്ടവൻ്റെയും അനുശോചനവും കൂടാറുള്ളൂ. പക്ഷേ ഹരികുമാർ കോയിക്കൽ മരിച്ച് മൃതദേഹം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ സംസ്കാരത്തിന് മുമ്പേ അനുശോചനം കൂടി മകനെ യൂണിയൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതൊരു ലജ്ജയില്ലായ്മ എന്നതിനെ കുറിച്ച് വല്ല ലോകത്ത് ഒരാളെ കൊണ്ടല്ലാതെ അതിന് പറ്റും. ലോകത്ത് ഒരാളെ കൊണ്ട്, കാരണം ഈ ഓട്ടോമാറ്റിക്കായിട്ട് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ പ്രസിഡന്റ് മരിച്ചാൽ പ്രസിഡന്റ് ആവും. അത് 2 ദിവസം കഴിഞ്ഞാലാവും, 3 ദിവസം കഴിഞ്ഞാലാവും. പക്ഷെ ആ ദിവസം തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയി ഈ ചിത കത്തിക്കുന്നതിന് മുമ്പേ അവിടെ ചെന്ന് യോഗം വിളിച്ചു കൂട്ടി അനുശോചനം രേഖപ്പെടുത്തി. അപ്പൊ ഇത് ഡയറക്ടർ ബോർഡിൽ വന്നപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞ് വീണ്ടും കലഞ്ഞൂർ മധുവിനോട് ചിലർ മിണ്ടി. നാണമില്ല. ഇന്നിപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് സമരം സംഘടിപ്പിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. നാണമില്ലാതെ അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇവിടെ ഇരിക്കാനേക്കാൾ ഇറങ്ങിപ്പൊയ്ക്കൂടെ, ഇറക്കി വിടുന്നതിന് മുമ്പേ എന്ന് ആജ്ഞാപിക്കുമ്പോൾ അത് ഞാനല്ല എന്ന് പറഞ്ഞിരിക്കുക. ഇന്ന് ആരാണ്ടൊക്കെ നേതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആയിട്ട് ജാഥയും കൊണ്ടുവരുമെന്നോ ഇന്ന് അല്ലയോ എന്നോട് ലീഡർ പറഞ്ഞാൽ ഇങ്ങനെ വരുമെന്നല്ലയോ. ആ ആള് ഇരിക്കുമ്പോൾ അടുത്ത കസേര കലഞ്ഞൂർ മധുവിന്റെ അടുത്ത കസേരയിൽ ഇരുന്നത് അയാളാ. ഞാൻ അന്വേഷിച്ചു, എന്തോ ചോദിച്ചു, മിണ്ടിയതിന്റെ പേരിൽ പറഞ്ഞതാണ് കലഞ്ഞൂർ മധുവിനോട് മിണ്ടി. അങ്ങനെയുള്ളവർ ഇവിടെ ഇരിക്കരുത്. നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം, ഇറക്കി വിടുന്നവരുണ്ട്. പക്ഷെ നാണമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ. എന്നിട്ട് ഇന്ന് ഇവിടെ ജാഥ നടത്താൻ വന്നിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞേ വന്നിട്ട് പേര് ഞാൻ വെളിപ്പെടുത്തിയ. അപ്പൊ ഇതൊക്കെ ലജ്ജയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തിക്കണ്ണിയെ പോലും നമുക്ക് പറിച്ചു കളയാം. ഇതങ്ങനെയല്ല. ഇതിൽ കടന്നു കയറി ഈ മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്നെ പിരിച്ചുവിട്ടു. എനിക്ക് 200 വോട്ടിലധികം ഭൂരിപക്ഷം നേടി ഞാൻ ജയിച്ചു വന്ന എന്നെ പിരിച്ചുവിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞു 18-അംഗ കമ്മിറ്റിയിലെ നേരത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട് എന്തിയെന്ന് ചോദിച്ചിട്ട് ഇതാണ് സാധനം. 18-അംഗ കമ്മിറ്റിയിലെ 12 പേർ, ഞാനടക്കം 12 പേർ പറയുന്നു ഞങ്ങൾ ഗണേഷ് കുമാറിന്റെ പിന്തുണ പിൻവലിച്ചിട്ടില്ല, ഞങ്ങളുടെ യാതൊരുവിധ കുഴപ്പവും കമ്മിറ്റിയില്ല, ഈ കമ്മിറ്റി പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനറൽ സെക്രട്ടറിക്ക് കൊടുത്ത കത്താണ്. ഇത് കണ്ടില്ല. ഡെമോക്രസിയാണ്, ഡെമോക്രസി. ഈ ഒപ്പിട്ടവരാരും കാണാനല്ലേ എഴുതിയേക്കുന്നത്. ഇവരെല്ലാവരും അയച്ച വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവർ ഓരോരുത്തരും പറയുന്നുണ്ട് ഞങ്ങൾ ഗണേഷ് കുമാറിന്റെ പിന്തുണ പിൻവലിച്ചിട്ടില്ല, ഞങ്ങളെ കമ്മിറ്റി ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഓരോരുത്തരും പറയുന്ന ഈ 12 പേരിൽ ഞാനൊഴിച്ച് ബാക്കി 11 പേരും പുരുഷന്മാരും സ്ത്രീകളും പറയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തരാം. കാണണം, ഈ നാട്ടിൽ ജനങ്ങൾ കാണണം. ജനാധിപത്യം, മന്നത്താചാര്യൻ കൊണ്ടുവന്ന ജനാധിപത്യം. മന്നത്താചാര്യൻ ഈ ഒരു സമരത്തിൽ ഞാൻ ഒന്നും പറയുന്നു. ഇതിൽ ഒരുപാട് പേര് സംസാരിക്കാം. ഞാൻ ഒരു സന്ദേശത്തെ കണ്ടെത്ത് പറയും. ഈ ധനലക്ഷ്മി ബാങ്കിൽ എന്താണ് നടക്കുന്നത്? ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഈ കുടുംബത്തിലെ 2 പേര് രാജിവെച്ചു. ഏത് കുടുംബത്തിലെ? ഈ ദേവദാരൂർ പടർന്നു കയറിയ കുടുംബത്തിൽ. എന്തിനു രാജിവെച്ചു? അതിലൊരാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കയറി എന്നാണ് പറയപ്പെടുന്നത്. ധനലക്ഷ്മി ബാങ്കിലെ ആരോ പരാതി അയച്ചു. ധനലക്ഷ്മി ബാങ്കിന്റെ നേതൃത്വം ഇത് പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ ഇത് ഇതിനകത്തൊരു സത്യം ഉണ്ടെന്ന് പറയാൻ കാര്യം എന്നറിയാം. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് NSSന്റെ സർവ്വ താലൂക്കുകളിൽ കിടന്ന പണം ഒറ്റ ദിവസം കൊണ്ട്, ഞാനിത് പറയുന്നത് പരിശോധിക്കാം, രേഖകൾ പരിശോധിക്കാം. ധനലക്ഷ്മി ബാങ്കിന്റെ ശാഖകളിൽ കിടന്ന കോടിക്കണക്കിന് രൂപ NSSന്റെ താലൂക്ക് യൂണിയനുകളെ കൊണ്ട് പിൻവലിപ്പിച്ച് വേറെ ബാങ്കുകൾ, ഏത് ബാങ്കിലും കിട്ടണം. കോപ്പറേറ്റീവ് ബാങ്കുകളും ഇട്ടിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പണം ഇടരുതെന്ന് എന്ന് മന്നത്താചാര്യൻ NSSന്റെ ബൈലായിൽ പറഞ്ഞു. കോപ്പറേറ്റീവ് ബാങ്ക് പൈസ ഇടാൻ പറ്റും, അവിടെ ഇട്ടിട്ടുണ്ട്. വലിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട്. ധനലക്ഷ്മി ബാങ്കിന് എന്തിന് ഒറ്റ ദിവസം കൊണ്ട് പണം വലിച്ചു? കോടിക്കണക്കിന്. ഓരോ താലൂക്കുകളിൽ നിന്നും 1 കോടി, അര കോടി, 2 കോടി, 3 കോടി വെച്ച് ആ ദിവസം
എടുത്തു മാറ്റിയത് എന്തിനു? ഈ ബന്ധുവിന്റെ വ്യാജരേഖ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ബന്ധുവും ഭാര്യയും രണ്ടുപേരും രാജിവെച്ചു. അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. രാജിവെച്ചു. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു? രാജിയൊന്നും പ്രശ്നമല്ല. അതിലൊരാൾ സ്ത്രീയെ ഒരു ആയുർവേദ ആശുപത്രിയുടെ ചുമതല ഏൽപ്പിച്ചു. 43 പേർക്ക് ജോലി കൊടുത്തത് നമുക്ക് ക്ഷമിക്കാം. പോട്ട് അത്യാഗ്രഹം, ഒരു വീട്ടിലാണെന്ന് അത്യാഗ്രഹമാണെന്ന് ഇരിക്കാം. ഏറ്റവും വലിയ അഴിമതിയാണ് സ്വജനപക്ഷപാതം. ആ സ്വജനപക്ഷപാതം ഇന്ന് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളും ജനങ്ങളും എതിർക്കുന്ന ഒരു പൊതുസ്ഥാപനത്തിലെ സ്വജനപക്ഷപാതം. കുടുംബത്തിൽ സ്വന്തം വീടോ സ്വന്തം പള്ളിക്കൂടോ ഒക്കെ ആണെങ്കിൽ ആരും വേണം നിയമിച്ചു, കുഴപ്പമൊന്നുമില്ല, അളിയനെ അമ്മാച്ചനെ നിയമിച്ചു. പക്ഷേ ഈ പൊതുസ്ഥാപനത്തിൽ മന്നത്തായാറിനെ പോലെ മഹാൻ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ബസ് കിട്ടാത്തടത്ത് നടന്നുപോയി. ഒറ്റ മുണ്ടെടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മുണ്ടെടുത്ത് വരും. ഈ മുണ്ട് നനച്ച് മൂപ്പര് ഉടുത്തേച്ച് ഒരു തോർത്തും എടുത്തുകൊണ്ട് അവിടെ ഇരിക്കും. മുണ്ട് ഉണങ്ങുന്നവരെ അച്ഛൻ പറയുന്ന ആ മുണ്ട് അഴിച്ച് അവിടെ നനച്ചിട്ട് കോണം കൊടുത്ത് തോർത്തും കൊടുത്തേച്ച് അവിടെ ഇരിക്കും. ഈ മുണ്ട് ഉണങ്ങിയ ശേഷം ആ മുണ്ട് കൊടുത്തോണ്ടാണ് പിന്നെ അടുത്ത യാത്ര. കാരണം പൊതിയും കെട്ടുമൊന്നും ഇല്ല കയ്യിൽ. കിട്ടുന്നതെല്ലാം കൂടി പൈസ എന്താ 10 ചക്കയാണെങ്കിൽ അത് അവിടെ വെച്ച് ലേലം ചെയ്ത് കിട്ടുന്ന കാശ് മുണ്ടിൽ ഇങ്ങനെ തിരികെ വെച്ചുകൊണ്ട് നടന്നു. ഉപയോഗിച്ച പേഴ്സും കണ്ണാടിയും അതിൽ കിടന്ന ചില്ലറ പൈസയും വരെ ഈ സമുദായത്തിന് സംഭാവന നൽകി പിരിഞ്ഞു പോയ മഹാനായ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ കണ്ടുപിടിക്കും. അവർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. അവരുടെ മുത്തച്ഛൻ തുടങ്ങുന്ന മന്നം സമാധിയിൽ കയറാൻ പറ്റില്ല. ഈ പുസ്തകത്തിന്റെ പ്രകാശനോടൊപ്പം ഞാൻ ലോകത്ത് മുഴുവനുള്ള നായർ സമുദായക്കാരോട് ഞാൻ അഭ്യർത്ഥന, ഇത് NSSനെതിരെയുള്ള സമരമാണ്. ഇത് നായരുടെ അവകാശമാണ്. നായരുടെ കാണപ്പെട്ട ദൈവമായ മന്നത്താചാര്യനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതിനുള്ള സമരം ഇവിടെ ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാം. ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണം. കാരണം ഏതൊരു നായർ സമുദായത്തിനും മന്നത്താചാര്യനെ ആദരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവിടെ പുഷ്പാർച്ചന ചെയ്യാൻ അവകാശമുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി എനിക്ക് മാധ്യമങ്ങളും തന്നൊരു മറുപടിയിൽ പറയുന്നുണ്ട്, ഇതൊരു ദേവാലയമാണ്. ശരിയാണ്, ദേവാലയമാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രം രാവിലെ 4 മണിക്ക് ഉറക്കും, ഉച്ചയ്ക്ക് 11:30 കഴിയുമ്പോൾ അടയ്ക്കും, വൈകിട്ട് 5 മണിക്ക് ഉറക്കും, രാത്രി 9 മണി 8 മണിയാകുമ്പോൾ 8:30 അടയ്ക്കും. ആറ്റുകാൽ ക്ഷേത്രം, പഴവങ്ങാടി ക്ഷേത്രം, ഇതിനൊക്കെ ഒരു ചിട്ടയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മന്നത്താചാര്യൻ്റെ ഈ ക്ഷേത്രം എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്കാണ്? ഒരുപാട് നായർ സമുദായങ്ങൾക്കും അല്ലാത്തവർക്കും അവിടെ കയറി പ്രാർത്ഥിച്ചാൽ കൊള്ളാം, ഒരു പുഷ്പാർച്ചന ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അറിയാൻ നമുക്ക് അവകാശമില്ല. അത് മാധ്യമങ്ങളോട് പ്രസിദ്ധീകരിക്കൂ, ജനങ്ങൾ അറിയട്ടെ. ഈ തള്ള് ഞാൻ കാണിച്ചു തരാം, ഞാൻ അങ്ങനെ ചെയ്ത് കളയും. എൻ്റെ അഡ്രസ്സ് ഞാൻ 3 അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഒന്ന് കീഴൂട്ടനാമ്പയുടെ കൊച്ചുമകൻ, ഒന്ന് ആർ ബാലകൃഷ്ണയുടെ മകൻ, മന്നത്താചാര്യന് ബലിയിടാൻ ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യം ലഭിച്ച ആർ ബാലകൃഷ്ണയുടെ മകൻ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സിനിമാ നടനാണ്. 25 വർഷമായി കഴിഞ്ഞ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ള, മതേതരത്തിന് വേണ്ടി പോരാടിയ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായ ഗണേഷ് കുമാർ. കാരണം 4 അഡ്രസ്സ് എനിക്കുണ്ട്. ഇതിലേത് അഡ്രസ്സ് എടുത്തു മാറ്റാൻ പറ്റും? ആരെങ്കിലും ഞാൻ നടന്നു വരുമ്പോൾ സുകുമാരൻ നായരുടെ ചിങ്കടി വരുന്നു എന്ന് ആരെങ്കിലും പറയാം? എന്നെ കാണുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി, ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും തോന്നി, അയ്യോ ലേടെ ഒരു ചിങ്കടി വരുന്നു? ഒരാളും പറയത്തില്ല. തലയ്ക്ക് വെളിയുള്ള ഒരുത്തനും പറയും. അങ്ങനെ കണ്ടിട്ടില്ല. മറ്റേ ഈ പറഞ്ഞ 4 കാര്യവും പറയും. 4 കാര്യം പറയും. സിനിമാകാരന്റെ കാര്യം പറയും, രാഷ്ട്രീയക്കാരന്റെ കാര്യം പറയും, ബാലേശ്വരയുടെ മോനാന്ന് പറയും, വീട്ടരാമയുടെ കൊച്ചുമോനാന്ന് പറയും. ഇതെല്ലാം പറയും. ഇല്ലേ? മറ്റത് പറയത്തില്ല. ഇവർക്ക്, ഈ കൊച്ചുമക്കൾക്ക് അവിടെ കയറണമെങ്കിൽ പൂട്ടിന്റെ താക്കോലില്ല. ഞാൻ ഒരു ദിവസം തമാശയ്ക്ക് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സ്മൃതി മണ്ഡപം ശ്രീമതി സോണിയാഗാന്ധി പൂട്ടി വയ്ക്കാൻ പറ്റുമോ? ഒരു കാര്യം ആലോചിക്കണം. മഹാന്മാരായ പലരും വരേണ്ട സ്ഥലമാണ് മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം. മന്നത്താചാര്യന്റെ ജന്മജയന്തി നടത്തേണ്ടത്, ജയന്തി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൽ ഉയർന്നു വന്ന പ്രിയപ്പെട്ട നാടിന്റെ അമ്മയാണ് ദ്രൗപദി മുർമു. ആ അമ്മ വന്നിട്ടാണ്, ആ രാഷ്ട്രപതി വന്നിട്ടാണ് മന്നത്താചാര്യന്റെ ജന്മദിനം ഉദ്ഘാടനം ചെയ്തത്. 100ാം ജന്മദിനത്തിന് പോലും ഒരു പ്രസിഡന്റിനെ, ഒരു പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ. ശിവഗിരിയിലേക്ക് നോക്കൂ, എത്ര പ്രസിഡന്റുമാർ വന്നു, എത്ര പ്രധാനമന്ത്രിമാർ വന്നു, എത്ര വൈസ് പ്രസിഡന്റുമാർ വന്നു, എത്ര കേന്ദ്രമന്ത്രിമാർ വന്നു, ലോക നേതാക്കൾ വന്നു. എന്തിന്? ഗുരുദേവനോടുള്ള അവരുടെ ആദരവർപ്പിക്കാൻ വന്നവരാണ്. പിന്നെ ജനിച്ചപ്പോൾ തന്നെ ഗുരുദേവൻ ആരാന്ന് പഠിച്ചുകൊണ്ടല്ലേ വരുന്നത്. അവർ പ്രസിഡന്റൊക്കെ ആയതിനു ശേഷം അവർ പദവികളിലെത്തുമ്പോൾ ഗുരുദേവൻ ആരാന്ന് പഠിക്കും. അതുപോലെ മന്നത്താചാര്യനെ കുറിച്ച് പഠിക്കും. മന്നത്താചാര്യനെ പറ്റി പ്രസംഗിക്കാൻ ശബരിമലയിൽ വന്നു നമ്മുടെ ആദരണീയായ ഇന്ത്യൻ പ്രസിഡന്റ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട അമ്മ, അവർ വന്ന് ശബരിമലയിൽ തൊഴുതു. അവരെന്തുകൊണ്ട് ചങ്ങനാശ്ശേരി വിളിക്കുന്നില്ല? ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ അറിയാവുന്നവരില്ലേ വേറെ? അവരെ പറഞ്ഞുവിടും. ഏതെങ്കിലും കോളേജിലെ ഒരു പ്രൊഫസറെ പറഞ്ഞു വിട്ടാൽ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുമല്ലോ.
ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ചോദിച്ചാൽ നമ്മൾ പൊപ്പ അടിക്കുമെന്നുള്ള പേടി വേണ്ട. റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും സംസാരിക്കുന്ന ഭാഷ അറിഞ്ഞിട്ടാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ വെച്ചാൽ മതി. ഇടയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന കോളേജ് പ്രൊഫസർമാരൊക്കെ ഒരുപാട് ഇല്ലയോ? അവർ യോഗ്യതയുള്ളവരുണ്ടല്ലോ, മകളെ പോലുള്ളവരല്ലല്ലോ, വേറെ യോഗ്യതയുള്ളവരില്ല. മകള് കൂലിക്ക് പുസ്തകം എഴുതി, ആരാ മറ്റു പ്രൊഫസർമാരെ കൊണ്ട് പുസ്തകം എഴുതിച്ചേച്ച് അതെല്ലാം കുത്തി തച്ചേച്ച് മകളുടെ പേര് പുസ്തകം ഇറക്കിയെന്ന് പറയുന്നത്. പുസ്തകത്തിൽ ഒരു പേര് പോലും മകളായിട്ടില്ല. മന്നത്തെ ആചാര്യനെ പറ്റി കോളേജിലെ മറ്റ് പ്രൊഫസർമാർ എഴുതിയ സാധനം കുത്തിത്തച്ചതിന് ശേഷം അത് മഹത്തായ ഒരു രചയിതാവ്, എഡിറ്റർ, അത് എളുപ്പമുണ്ടല്ലോ കുത്തിത്തച്ച. എന്നാ പിന്നെ പ്രസ്സിൽ കുത്തിത്തച്ച പാവത്തിന്റെ പേര് എഴുതിയാൽ പോലെ ഫ്രണ്ടിൽ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതി. ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം, ഒരു സമരമുറ മഹാത്മജി സ്വീകരിച്ച പോലൊരു സമരമുറ ഞാൻ പറയാം. മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു സമരമുറയാണ്. അതിലെ പോകുന്നവരെല്ലാം ഒരു ശകലം പൂവ് വാങ്ങിച്ചു പോകുക. ആ പുറത്തെ മതിലിൽ നിന്ന് അകത്തോട്ട് നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തുള്ള ആദരവ് അതോടെ നിർത്തില്ല, ആദരവ് നിർവഹിക്കണം. അതൊരു സമരമുറയാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയ മന്നത്താചാര്യൻ ക്ഷേത്രപ്രവേശന വിളപ്പെടുത്തിന് വേണ്ടിയിട്ടാണ്. ക്ഷേത്രപ്രവേശനത്തെ ഇത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പദയാത്ര നടത്തിയ മഹാനായ നേതാവാണ് മന്നത്താചാര്യൻ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരം കൊടുക്കണമെന്ന് അവകാശപ്പെട്ടാണ്. യഥാർത്ഥ വിപ്ലവകാരിയാണ്. ഇപ്പൊ വൈക്കത്തൊന്ന് പോയി നോക്കുമ്പോൾ വൈക്കത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വൈക്കത്തൊന്ന് പോയി നോക്കണം, ഞാൻ വെറുതെ പറഞ്ഞല്ല. വൈക്കത്ത് പെരിയാർ ഇ വി രാമസ്വാമി നായരുടെ സ്മാരകമുണ്ട്. മനോഹരമായ രാജകീയമായ കിടപ്പുണ്ട്. അവിടെ ഭയങ്കര ആളുകൾ വരുന്നു, സന്ദർശകർ വരുന്നു, തൊഴുന്നു, പോകുന്നു, അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നു. എല്ലാം ഇപ്പുറത്ത് മന്നത്തിന്റെ സ്മാരകമുണ്ട്. പൂട്ടിയിട്ടേക്കുക, 3 പൂട്ടിട്ട് പൂട്ടിയേക്കുക. ഒരു വാച്ചർ പോലും ഇല്ല, ഒരു വാച്ചർ പോലും. ഞാൻ തടവിലാന്ന് പറഞ്ഞ് വെറുതെ ആന്ന് തമാശയ്ക്ക് പറഞ്ഞാന്ന് വിചാരിക്കരുത്. വൈക്കത്ത് പോയി നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു കരയോഗത്തിൽ നിന്ന് കുറെ ആളുകൾ അവിടെ വൈക്കത്ത് പോയി ഒരു ടൂർ പോയതാ. നോക്കിയപ്പോൾ ഇപ്പുറത്ത് പെരിയാറുടെ സ്മാരകം, പെരിയാറുടെ സ്മാരകം ദേവാലയം പോലെ സൂക്ഷിക്കുന്നു. അവിടെ എല്ലാവരും കയറുന്നു, പോകുന്നു, കാണുന്നു. ആശുർ അദ്ദേഹത്തിനെ വന്ദിക്കുന്നു, പോകുന്നു. പുറത്ത് മന്നത്ത് പത്മനാഭന്റെ സ്മാരകം അവിടെ കൂട്ടിയിട്ടേക്കുക. 3 കൂട്ടിട്ട് വാച്ചർ പോലും ഇല്ല. അതിന്റെ താക്കോല് ഞങ്ങൾ ചെയ്തിരിക്കുക. വരണം, തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ പറഞ്ഞു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ല, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ല. അവിടെയൊക്കെ ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറി, അവിടെ അങ്ങ് കയറിയില്ലല്ലോ. ശിവഗിരി ആശ്രമത്തിലെ പുണ്യഭൂമിയിൽ ഗുരുദേവന്റെ സ്മാരകത്തിൽ സമാധി മന്ദിരത്തിൽ ഒരു നായും കയറിയില്ല. പ്രസിഡന്റ് വന്നു, പ്രധാനമന്ത്രി വന്നു. ഇടുങ്ങിയ ചിന്താഗതി. നമ്മുടെ ആചാര്യനെ അനുസ്മരിക്കാൻ, നമ്മുടെ ആചാര്യനെ പ്രകീർത്തിക്കാൻ ആരെയാ കൊണ്ടുവരുന്നത്? 50% മാർക്കില്ലാതെ ജോലി കയറാൻ മടിച്ച, സ്വന്തം മകളെ കള്ളമാക്കി ഇട്ടുകൊടുത്ത് കയറ്റാൻ സഹായിച്ച ഒരാളെ റിട്ടയർഡ് വൈസ് ചാൻസലറാണ് പറഞ്ഞ് മന്ന സമാധി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുക, മന്ന ജയന്തി ഉദ്ഘാടനം. ഒന്ന് ആലോചിക്കണം എത്രത്തോളം നമ്മൾ അകത്തിരിക്കുന്ന. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട, ആചാര്യനെ പറ്റി സംസാരിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനമുണ്ട്. അവിടെയല്ലേ ഇതിന്റെ വലിപ്പം. ഇത്തരം ഒളിച്ചോട്ടങ്ങൾ എങ്ങോട്ടാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് മന്നത്തെ ആചാര്യനെ മോചിപ്പിക്കുക എന്നുള്ള സമയം. ഈ ഒരു പുസ്തകം വളരെ മനോഹരമാണ്. ഈ പുസ്തകത്തിൽ തുടർച്ചയായിട്ട് പുസ്തകങ്ങൾ വരും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ അറിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് ചെകഞ്ഞെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രേഖകൾ ഉണ്ട് ഇതിന്റെ പുറകിൽ. ആ സത്യസന്ധമായ ഒരു പുസ്തകമാണ്. അല്ലാതെ ഒരു പുസ്തകം ഞാൻ വായിച്ചു വളരെ ലളിതമാണ്, വളരെ കുറച്ച് സംഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതൊരു തെളിവുകളോടെ നിരത്തിയിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ജുഡീഷ്യറിയെ പോലും സംശയത്തിന് നിലനിർത്തുന്ന ഈ ഒരു പരിപാടി 87 തവണ 89 തവണ ഒരു കേസ് മാറ്റി വയ്ക്കുക ഒരു കോടതി അറിയുന്നു. വൈകി എത്തുന്ന നീതി ലഭിക്കാത്ത നീതിക്ക് തുല്യമാണ്. ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ ഒരു നീതിപാലകന്, ഒരു നീതിപീഠത്തിന് കഴിയാത്തതല്ല. അവധി വെച്ച് പോയിട്ട് NSS ജയിച്ചിരിക്കുകയാണ് കേസ്. നമ്മൾ NSS ആരും എതിരല്ല. ആരും NSS വിട്ടു പോകരുത്. ഒരു കരയോഗാംഗവും NSS നിന്ന് രാജിവെക്കരുത്. ഒരു കരയോഗാംഗവും NSS പുറത്തു പോകരുത്. ജനാധിപത്യ രീതിയിൽ പോരാടിക്കൊണ്ട് ഈ ക്രമക്കേടുകൾക്കെതിരെ ഈ ഇത്തിൽ കണ്ണി പറിച്ചു കളയാൻ ജനാധിപത്യത്തിന്റെ പേരിൽ പോരാടണം. കമ്പനി ആക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തർക്കങ്ങൾ കോടതിയിൽ നടക്കട്ടെ. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകണം. നിയമത്തിന് വേണ്ടി പോരാട്ടം ആരും കുറയ്ക്കാൻ പാടില്ല. TK നായർ സാറിനോട് പറയാം, സമരം ഇവിടെ നിങ്ങളെ പറ്റി ആരോപണം എന്താണ്? കലഞ്ഞൂറും മധുവും TK നായർ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് കുറെ ആളുകൾ NS എന്നെതിരെ കേസ് കൊടുക്കും. സുഹൃത്തുക്കളെ, NS എതിരെ ആദ്യം കേസ് കൊടുത്തത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ മകളാണ്. ഇവരെക്കാലൊക്കെ മുമ്പേ എന്ന് നിങ്ങൾ ഈ പുസ്തകം വായിക്കും മനസ്സിലാവും. തനിക്ക് യോഗ്യതയില്ലാത്ത ജോലിയിൽ കയറി എന്ന പേരിൽ
കോടതിയിൽ കേസ് കൊടുത്ത NSF ജനറൽ സെക്രട്ടറിക്ക് ആദ്യം കേസ് കൊടുത്തതിൽ സീനിയോറിറ്റി PK നായർക്കല്ല, അങ്ങനെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ മകൾക്കാണ്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുസ്തകം ഒന്ന് മറിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഇതെല്ലാം മര്യാദയോട് കാണിച്ചിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഇവിടെ വന്ന് വളരെ പ്രസ് ക്ലബിലോ തിരുവനന്തപുരം പ്രസ് ക്ലബിലോ ആരാവളം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കാണണമല്ലോ. എനിക്ക് തോന്നാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പ്രസ് ക്ലബിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇതൊക്കെ മര്യാദകൾ. ഇത്തരം ഇത്തിൽ കണ്ണികൾ പറിച്ചെറിയണം. മന്നത്ത് ആചാര്യന്റെ നമുക്ക് ഒറ്റ ഡിമാൻഡാണ് ഇപ്പോൾ. ഒറ്റ ഡിമാൻഡേ വെക്കാവൂ. എല്ലാ ലോകത്തുള്ള മുഴുവൻ നായർ വിഭാഗത്തിൽപ്പെട്ടവർ, അമേരിക്കയിൽ ഇരിക്കുന്ന നായരാണെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ മന്നത്ത് ആചാര്യന്റെ സമാധി സ്ഥലത്ത് വന്ന് പുഷ്പാർച്ചന നടത്തി പോകാൻ കഴിയണം എന്നുള്ളതാണ്. ആദരവാണ്. എത്രയോ ആളുകൾ, ഞാൻ ശിവഗിരിയിൽ ഗുരുവിന്റെ സമാധി മന്ദിരത്തിൽ എത്രയോ ആളുകൾ രാവിലെ വരുന്നു. അവർ വന്ന ഒരു ബന്ധമില്ലാത്ത പാവപ്പെട്ടവർ പോലും വന്ന് ഗുരുവിനെ ആരാധിച്ചിട്ട് പോകുന്നു. നല്ലതല്ലേ? ആദരിക്കുകയല്ലേ? അവഹേളിക്കാൻ വരുന്നവരാണോ? അല്ല, ആരാധിക്കാൻ വരുന്നവരാണ്, ആദരിക്കാൻ വരുന്നവരാണ്, ഗുരുവിന്റെ അനുഗ്രഹത്തിന് വരുന്നവരാണ് എന്ന് പറഞ്ഞതുപോലെ ആരെയൊക്കെ മറച്ചു. മന്നത്ത് ആചാര്യർ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പി സ്വാമിയെ അദ്ദേഹത്തിന്റെ ഗുരുവായി സ്വീകരിച്ചു. നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പി സ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NSFന്റെ തലപ്പത്തിൽ. ആരാണ് ചട്ടമ്പി സാ? ചട്ടമ്പി സാഹിബ് തിരുവനന്തപുരത്തുള്ള ഏതോ ചട്ടമ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഊച്ചാളി പീസാർക്ക് അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. അടുത്ത് മടി വെച്ചേക്കുന്നുണ്ട്. ഈയിടെ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രസിഡന്റായ സംഗീത് കുമാറിനെതിരെ ചട്ടമ്പി സ്വാമിയുടെ ജന്മഗ്രഹം ഏറ്റെടുക്കാൻ പോയതിന് 68 കേസിൽ പ്രതിയാക്കിയ ഒരു IPS കാരിയെ പിടിച്ച് മടി വെച്ചേച്ച് പറയുകയാണ്, എന്റെ ശ്രീ TP ശ്രീനിവാസൻ അത്ര പോരാ, പകരം ഇവർ IAS അക്കാഡമി നടത്തും. IAS അക്കാഡമി ഇങ്ങോട്ട് പോയി നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്. ഒരു IAS അക്കാഡമി തുടങ്ങി, അത് അടച്ചുകൂട്ടി. കാരണം വീട്ടിലാരും IASന് ഫ്രീ ആയിട്ട് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ്. ചായക്കട തുടങ്ങാം, നമുക്ക് പത്മ കഫേ തുടങ്ങാം. അന്നത്തെ പപ്പനാവനെ നാണക്കെടുത്തി നായന്മാരെ ചായക്കട നടത്തിയിരുന്നെന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ നടന്നിടത്തോട്ട് കൈപിടിച്ച് ഉയർത്തിയ മന്നത്ത് പപ്പനാവന്റെ പേര് ചായക്കട തുടങ്ങാന്ന് പറഞ്ഞാൽ മന്നത്ത് പപ്പനാവന് നാണക്കേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം നായർ ഉയരണം, വളരണം, വലിയ നിലയിലെത്തണം. ഓമന കുഞ്ഞമ്മയ്ക്ക് വലിയ വിജയം ലഭിച്ചു. പരീക്ഷയിൽ MSc റാങ്ക് കിട്ടി. വനിത ആദ്യമായിട്ട് ഓമന കുഞ്ഞമ്മയെ വിളിച്ചു വരുത്തി ആദരിച്ച ആളാണ് മന്നത്തെ പത്മനാഭൻ. ഒന്ന് ആലോചിക്കണം. വേണമെങ്കിൽ ഓമന കുഞ്ഞമ്മയെ കണ്ടില്ലെന്ന് വെച്ചാൽ പോലെ അതൊരു നായര. തിക്കുറിശി സുകുമാരൻ നായരുടെ സഹോദരിയായിരുന്ന തിരുവനന്തപുരം കളക്ടറായിരുന്ന ശ്രീമതി ഓമന IAS കാരിയായിരുന്ന ശ്രീമതി ഓമന കുഞ്ഞമ്മയ്ക്ക് ആദ്യമായി MScക്ക് റാങ്ക് കിട്ടുമ്പോൾ അവരെ ആദരിക്കാൻ ആദ്യമെത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഇവിടെ സോമനാഥ് നായരിലെയും ISRO ചെയർമാനായി കണ്ട ഭാവം നടിച്ചു. വൈക്കം കരയോഗം അദ്ദേഹത്തിനെ അനുമോദിച്ചു എന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വൈക്കം കരയോഗം ആദ്യം കയറി സോമനാഥനെ അംഗീകരിച്ചു. അതുകൊണ്ട് അയാളെ ഇവിടെ കേട്ടതില്ല. ചേർത്തല താലൂക്ക് യൂണിയനിലെ സജീവ പ്രവർത്തനായ ഒരു കരയോഗം പ്രസിഡന്റിന്റെ മകനായിരുന്നു സോമനാഥ്. കരയോഗം പ്രസിഡന്റിന്റെ മോനാണ്. പക്ഷേ വൈക്കം താലൂക്ക് യൂണിയൻ സോമനാഥനെ അനുമോദിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു സോമനാഥനെ ഇവിടെ കേട്ടത്. ഇപ്പോഴത്തെ ISRO ചെയർമാനാണ്, പത്തനാപുരത്തുകാരനാണ്, ഒരു നായരാണ്, കരയോഗത്തിലെ അംഗമാണ്. കണ്ടതായിട്ട് തടിച്ചു. മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് പോയി. മോഹൻലാലിനെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. സ്വാഭാവികമില്ല. മോഹൻലാലിനെ പോലെ വലിയ ആക്ടർ വരുമ്പോൾ എല്ലാ സമുദായക്കാരും ചെറുപ്പക്കാരും. അപ്പൊ ഈ മോഹൻലാൽ വരുന്നറിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ മന്നത്തിന്റെ ജയന്തിക്ക് പോകാത്ത പിള്ളേരും കൂടെ കയറി. അമ്മ ഞാനും വരുന്നു, മോഹൻലാലിനെ കാണണം. തെറ്റു പറയാൻ പറ്റൂ? കുഞ്ഞുങ്ങൾക്ക് വരണ്ടാന്ന് പറയാൻ പറ്റൂ? കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇളക്കമായി. മോഹൻലാലിനെ പോലെ ഒരു 10-20 വയസ്സുള്ളപ്പോൾ അഭിനയം തുടങ്ങിയാൽ പോരായിരുന്നു. എന്തിനാ അവിടെ ഇരുന്ന് കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്? എന്നാൽ പിന്നെ മോഹൻലാലിനെ പോലെ ആളുകൾ കാണാൻ വേണ്ടി തിക്കി തിരക്കിയൊക്കെ വന്നേനല്ലോ. ഈയിടെ തടവി കിടന്നിരുന്ന പണിക്കര സാറിന്റെ ഒരു ബന്ധുവാണ് ഈ നന്ദ ഗോവിന്ദോ. ഭജനമുണ്ട്, നന്ദപോയ ഭജന നടത്ത പയ്യൻ. അതറിയാതെ വിളിച്ചുകൊണ്ട് വന്നു. രാവിലെ 9:30 ഭജന വെച്ചു. അപ്പോൾ പറഞ്ഞു കൂടെ പാടാൻ സമ്മതിക്കത്തില്ല. അല്ല, അവരെ ഭജനയുടെ രീതി തന്നെയാണ്. എല്ലാവരും പാടുന്നു, ഓഡിയൻസും കൂടെ പാടുന്നു. ഇതാണ് അവരുടെ രീതി. അപ്പുറത്ത് പണിക്കരുടെ ബന്ധു, അങ്ങനെ പണിക്കരുടെ ബന്ധു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവിടെ കേട്ടില്ല. പിന്നെ അറിഞ്ഞു. പക്ഷേ എന്തോ 9:30 പാട്ട് തുടങ്ങി, 10:30 പാട്ട് നിർത്തിച്ചു. പാട്ട് കളിച്ചിട്ട് പന്തൽ നോക്കുമ്പോൾ ആരും പന്തലില്ല. പാട്ട് കേൾക്കാനായിരുന്നു ആൾക്കാർ പറഞ്ഞത്. അവരെല്ലാം ഊണ് കഴിക്കാൻ പോയി, അതുവഴി വീട്ടിലോട്ട് പോയി. കാരണം മന്നം ജയന്തിക്ക് പ്രസംഗിക്കാൻ വന്നവർ പറഞ്ഞ എന്തോന്നാ, പറഞ്ഞവർക്കും മനസ്സിലായില്ല, പാടിയവർക്കും മനസ്സിലായില്ല. അവരവരെ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ മഹാകവിയാണ്, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഉറപ്പാണ്. ഈ വക ഗോഷ്ഠികളാണ് നമ്മൾ കാണുന്നത്. ഒരു ആചാര്യന്റെ മറവിൽ, ആചാര്യന്റെ തണലിൽ എന്നുകൊണ്ട് എല്ലാ ആചാര്യന്റെ കറവിലാണ്. ഞാൻ ആലോചിച്ചു, എൻ്റെ അച്ഛൻ മരിക്കാനും പറഞ്ഞായിരുന്നു ഈ ആചാര്യനും പുള്ളിയായിട്ട് കണ്ടുപോലും കാണത്തില്ല. ചീത്ത വല്ലം വിളിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ മുമ്പിലോട്ട് പോയിട്ട് ഇടാന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാറ് ഇരിക്കുന്ന സമയത്ത് വാതിൽ, സ്പ്രിങ് വെച്ച വാതിലുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ വെക്കുന്നത്, സ്പ്രിങ് വെച്ച പഴയ വാതിൽ. ഇപ്പം അങ്ങനത്തെ വാതിലില്ല.
ഇപ്പം അങ്ങനല്ല. ഇപ്പം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ പോകുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താനിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വന്നു, നമ്മൾ പൂച്ചകരി വന്നാൽ പോലും അറിയും എൻ്റെ പൂച്ചേൻ്റെ ഇവിടെ ആരെങ്കിലും മാന്യന്മാർ കയറി വരുന്നത്. ചിലപ്പം വല്ല ശശിധരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പോൾ നമ്മളായിരിക്കും തറയിലാണ് കളഞ്ഞു മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയത് പോലൊരു അഭിനയം. ഇത് ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നല്ല. പോയി കണ്ട പിന്നെ തലയുറി പേനിൻ്റെ അസുഖം. പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന മഞ്ഞിനെ നോക്കത്തില്ല. അപ്പൊ ഇരിക്കരുത്. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. ഞാൻ ആരെ മോനെ ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടെ നോക്കും, മുഖത്ത് നോക്കും. പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തേക്ക് നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുക. ഉദാഹരണമാണ്, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ വരും. സൂപ്പറുണ്ട് പോയി. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുന്നു. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നു. മന്നത്ത് ആചാര്യൻ്റെ കൊച്ചുമക്കളൊന്ന് പോയി കാണാം, നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം അത് സത്യമല്ല. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഈയിടെ പറഞ്ഞ ഒരു കമൻറ്റ് ഇന്നലെ എന്നോട് മണിക്കൂട്ടം പറഞ്ഞു. കമ്പനി ആക്ടിന് പ്രകാരമുള്ള പോരാട്ടമൊക്കെ നടക്കട്ടെ, പക്ഷെ മന്നത്ത് ആചാര്യൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവും. അത് പൊതു സ്വത്താണ്, അതിനുവേണ്ടി പോരാടണം എന്ന് പറഞ്ഞു പോലെ വളരെ ശരിയാണ്. ഞാനിപ്പോൾ എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ. മന്നത്ത് ആചാര്യനെ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ ജനങ്ങൾക്ക് കാണാൻ ലോകത്ത് എവിടെയുമുള്ള നായർ വേറെ ഇത് മണ്ടത്തറയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡൽഹി നായരും ബോംബെ നായരും ഒന്നുമില്ല. മന്നത്ത് ആചാര്യൻ ഇത് രജിസ്റ്റർ ചെയ്ത ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അന്ന് ഇന്ത്യൻ കമ്പനി ആക്ടേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനി ആക്ട് രജിസ്റ്റർ ചെയ്ത സാധനമാണ് അവിടെ കിടപ്പുണ്ടത്. രജിസ്റ്റർ ചെയ്തായിട്ട് റിട്ടേൺ കൊടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആ ആക്ട് പ്രകാരം ഡൽഹിയിലുള്ള നായർക്ക് ഇതിനകത്ത് കാര്യമുണ്ട്. ഇന്ത്യ മുഴുവൻ തന്ന ബ്രിട്ടീഷുകാരത് ഒറ്റതേ ഉള്ളൂ. പിന്നെ കേരളം രൂപീകരിച്ചെന്ന് അതിനുശേഷം കേരളത്തിലെ ആക്ടൊക്കെ വരുന്നു. ഇതൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. NSSനെതിരെ കേസ് കൊടുക്കുന്നു, NSSനെതിരെ കേസ് കൊടുക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, ഭൂരിപക്ഷം ഉണ്ടായിട്ടും യൂണിയൻ പിരിച്ചുവിട്ട് നിങ്ങളെന്താ കേസ് കൊടുക്കാറ്? NSSന് കേസ് കൊടുത്ത് എതിരെ കേസ് കൊടുത്തു എന്നുള്ള ചെയ്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞില്ല, NSSന് നിൽക്കരുത്. ഞാൻ NSSനെതിരെ നിൽക്കത്തില്ല. ഞാൻ NSSന്റെ കൂടെ നിൽക്കും, NSSനകത്ത് നിൽക്കും. തെറ്റുകളെ തിരുത്താനുള്ള പോരാട്ടത്തിൽ ആരൊക്കെ രംഗത്തുണ്ടോ അവരോടൊപ്പം ഞാനുണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ തെറ്റുകളെ തിരുത്തി തന്നെയാണ്. സ്വജന പക്ഷപാതത്തിനുള്ള സ്ഥലമല്ല നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിയിലെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളുടെ മക്കൾക്ക് വേണം സ്കൂളുകളിൽ ജോലി കൊടുക്കാൻ. ഞാൻ 3 വർഷക്കാലം, ചിലധികം 4 വർഷത്തോളം എൻ്റെ പിതാവിൻ്റെ മരണശേഷം പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്നു. എൻ്റെ യൂണിയനിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ 4 ജോലികൾ കൊടുക്കാൻ അവസരം എനിക്ക് തന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരി. ആ 4 ജോലിയും എൻ്റെ യൂണിയനിലെ ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തത് എന്ന അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ആർക്കും വേണം അന്വേഷിക്കാം. എൻ്റെ അച്ഛൻ 64 വർഷം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്നു, NSS ഡയറക്ടർ ആയിരുന്നു. ഇടങ്ങൂരിൻ്റെ കാലം മുതൽ അദ്ദേഹം സജീവമായി എല്ലാ കാര്യത്തിലും ഉണ്ട്. മന്നത്തിൻ്റെ കാലമുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവിനെയും അച്ഛൻ NSSൽ കയറ്റിയിട്ടില്ല. അച്ഛൻ്റെ അനന്തരവരെ സഹോദരിയുടെ മക്കളെയൊക്കെ ജോലി കയറ്റിയിട്ടുണ്ട്. കോളേജിൽ പ്രൊഫസറായിട്ടൊക്കെ എവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിൽ കയറ്റിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കൂർലോസ് തിരുമേനിയുടെ കൊട്ടാരക്കര ഗ്രിഗോറിയസ് കോളേജിൽ അച്ഛൻ്റെ അനന്തരവനെ ജോലി കയറ്റിയിട്ടുണ്ട്. തിരുമേനിയോട് പറഞ്ഞു. പക്ഷേ NSSൽ പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ബന്ധുക്കൾക്കോ അനന്തരവർക്കോ NSS ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. NSS ഒരു പള്ളിക്കൂടത്തിൽ അച്ഛൻ മാനേജറായി അച്ഛൻ സ്ഥാപിച്ച മന്നം മെമ്മോറിയൽ സ്കൂള് പത്തനാപുരം വിളക്കുടി, അവിടെ ഒരു അച്ഛനെ തന്നെ നിയമിക്കാം. ചങ്ങനാശ്ശേരി അനുഭവം വേണ്ട. അവിടെ പോലും അച്ഛൻ്റെ ഒരു ബന്ധുവിനെ നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം, ഈ സ്വജനപക്ഷപാതം നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് ബ്രിഗേഡിയർ പറയും. ബ്രിഗേഡിയർ എന്നെ എന്തിന് പിരിച്ചുവിട്ടു എന്ന്, എന്നെ എന്തിന് യൂണിയൻ പ്രസിഡന്റാണ് പിരിച്ചുവിട്ടു എന്നുള്ള ബ്രിഗേഡിയറുടെ ഒരു കഥയുണ്ട്. നടന്ന സംഭവം ബ്രിഗേഡിയർ കണ്ട കാര്യമാണ്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ബ്രിഗേഡിയർ പറഞ്ഞോളും, അദ്ദേഹം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വജനപക്ഷപാതം അതിനെതിരെ നമ്മൾ നിൽക്കണം. അത് അഴിമതിയാണ്. ആ അഴിമതിയാണ് എതിർക്കേണ്ടത്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. NSSനെതിരെ കേസ് കൊടുത്തത് ആദ്യത്തെ കേസ് കൊടുത്ത TKG നായരല്ല. NSSനെതിരെ കേസ് കൊടുത്ത ആളാരാണെന്ന് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ എല്ലാ ക്രമക്കേടും, സാമ്പത്തിക ക്രമക്കേടുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വജനപക്ഷപാതം എന്ന ക്രമക്കേട് അതൊരു അഴിമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഇന്നും TV തുറന്നാൽ ഇപ്പോഴും പറയണ്ട, മന്ത്രി ബന്ധുവിനെ നിയമിച്ചു.
ഇത് മാധ്യമങ്ങൾ എടുത്തു കാണിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ അഴിമതിയായി കാണിക്കുന്ന സ്വയപക്ഷപാതം തന്നെയാണ്. മന്നത്താചാര്യൻ അദ്ദേഹത്തിന്റെ കൊച്ചുമകൾക്ക് ജോലി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറ്റി കുട്ടി പറയും. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് അന്തസ്. അന്തസ്സില്ലായ്മയ്ക്കെതിരെ പോരാടണം. മന്നത്താചാര്യനെ മൂല്യം വൈക്കത്തിൽ നിന്ന് തന്നെ ഒരു ജാഥ ആരംഭിക്കണം. ഞാൻ പല ഭാഗത്തും NSSന്റെ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്നവരുണ്ട്. പക്ഷെ പലരും പല സ്ഥലത്ത് പല ഗ്രൂപ്പായിട്ട് നിൽക്കും. അവരോടെല്ലാവരുമായിട്ട് ഞാനൊരു സ്നേഹാഭ്യർത്ഥന നടത്തി. ദയവ് ചെയ്ത് എല്ലാവരും ഒന്നിക്കുക. മന്നത്താചാര്യനെ ഒറ്റ സമരം, മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം എല്ലാവർക്കും ആദരിക്കത്തക്ക രീതിയിൽ തുറന്നു കൊടുക്കണം എന്ന വിഷയത്തിൽ ഒരു സമര പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ പാതയിൽ അത് തുറന്നു തരില്ലെങ്കിൽ ആ മതിലിന്റെ പുറത്തു നിന്ന് നിങ്ങൾ അതിലെ കടന്നു പോകുമ്പോൾ ഒരല്പം വീട്ടിൽ പൂത്തു നിൽക്കുന്ന ഒരു റോസാപ്പൂവെങ്കിലും പറിച്ചുകൊണ്ടുവന്ന് ആ മതിലിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തെ നിക്ഷേപിച്ചിട്ട് പോകണം. അതൊരു സമരമുറയായി മാറണം. ഒരു സമാധാനത്തിന്റെ സമരമാണ്, അക്രമത്തിന്റെ സമരമല്ല. വൈക്കത്ത് നിന്ന് ഒരു ജാഥ നടത്തേണ്ടിയിരിക്കുന്നു. മന്നം സമാധിയിലേക്ക് ക്ഷേത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി യാത്ര നടത്തിയ പോലെ വൈക്കത്ത് നിന്നും ഒരു ജാഥ ചങ്ങനാശ്ശേരിയിലേക്ക് നടത്തേണ്ടിയിരിക്കുന്നു. മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം. ആരാധിക്കാൻ, അല്ല നശിപ്പിക്കാനല്ല, ആരാധിക്കാൻ തുറന്നു കൊടുക്കണം. ഇനി മേലിലെങ്കിലും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി ദ്രൗപദി മുർമു, ലോകം ആദരിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും മഹത്തായ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീമതി ദ്രൗപദി മുർമുവിനെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള വ്യക്തികളെ മന്നത്തിനെ പറ്റി പ്രസംഗിക്കാനും മന്നത്തെ പറ്റി ആദരിക്കാനും കൊണ്ടുവരണം. അല്ലാതെ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരെയല്ല. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്ത് മാത്രമല്ല, ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കാൻ അന്നത്തെ മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ചെയർമാനായിരുന്ന പ്രേംജിത്തിനെ നിർബന്ധിച്ചു. മന്നത്തെ ആദ്യം പറഞ്ഞു ധനലക്ഷ്മി ബാങ്കിന് അക്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തതിന് ശേഷം ഉപദ്രവിക്കാൻ പറഞ്ഞു അത് ഗവൺമെന്റ് കാര്യമാണ്, പറ്റില്ല. അപ്പോൾ ഗവൺമെന്റ് സെക്രട്ടറി പറഞ്ഞു പറ്റില്ല, അങ്ങനെ തോന്നുമ്പോൾ മാറ്റാനും തോന്നുമ്പോൾ വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇയാളെ എന്ന് പറഞ്ഞു അയ്യോ പറ്റില്ല. അതുകൊണ്ടെന്ന് പറ്റി വെച്ചാൽ അയാളുടെ കരയോഗത്തിലെ ഇലക്ഷൻ ഇല്ല. അടൂർ അയാളുടെ കരയോഗത്തിൽ അയാൾ തെരഞ്ഞെടുക്കപ്പെടുന്ന അയാളുടെ കരയോഗത്തിലെ ഇലക്ഷൻ ഇല്ല. ഇത്ര ചീപ്പാണെന്ന് അറിയാം. സോ ചീപ്പ് എന്ന് പറയും. മോഹൻലാലൊരു പടത്തിലൊരു ചീപ്പ് തലയിലേക്ക് വെച്ചിട്ട് അപ്പൊ ചീപ്പ് എന്ന് പറയും. അല്ല, തലയിൽ ചീപ്പിരിക്കുന്നു എന്ന് പറഞ്ഞാണെന്ന് പറയില്ല. എന്ന് പറഞ്ഞതുപോലെ തലയിൽ ചീപ്പിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. വളരെ ചീപ്പായിട്ട് പെരുമാറരുത്. കാരണം എന്ന് വെച്ചാൽ അന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഗുരുവായൂർ ദേവസ്വത്തിൽ ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ധനലക്ഷ്മി ബാങ്ക് ഇങ്ങനൊരു പ്രശ്നമൊക്കെ വന്നെങ്കിലും അന്വേഷണമൊക്കെ ഉത്തരവിട്ടെങ്കിലും കള്ള സർട്ടിഫിക്കറ്റോട് ജോലി കയറിയാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ? അതാണ് നമ്മൾ കള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് ജോലി കയറി, ശമ്പളവും വാങ്ങിച്ചു. കുറെ കാലം കഴിഞ്ഞ് രാജിവെച്ച് പോയി എന്ന് പറഞ്ഞ് കേസ് ഡിപ്പാർട്ട്മെന്റ് തല കേസ് അടക്കം. പക്ഷേ പോലീസ് കേസുണ്ട്. ആ കേസ് കൊടുക്കുകയില്ല എന്ന് ഉറപ്പിട്ട് പറഞ്ഞ് ഇനിയിപ്പം ധനലക്ഷ്മി ബാങ്കിനോട് സഹകരിക്കുമെന്നും ഉറപ്പില്ല. ഏതാ ഓന്ത് മാറുന്ന ആരിനെ പറഞ്ഞ് പാടാൻ പറഞ്ഞു. നാളെ ഇന്ന് 12 മണിക്ക് മുമ്പ് എല്ലാ അക്കൗണ്ടും മാറ്റണമെന്ന് പറഞ്ഞു. എല്ലാവരും ഓടിപ്പോയി മാറ്റിയില്ലേ നിങ്ങൾ രേഖ പരിശോധിച്ചു. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ രേഖ പരിശോധിച്ചു. മാറ്റി കഴിഞ്ഞവൻ പറഞ്ഞു ഇനി തിരിച്ചു കൊടുക്കണം. എന്താണെന്നറിയാം, മറ്റൊരു പറഞ്ഞു ഞങ്ങൾ ഇനി ഘടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോലീസ് കേസിനോ കാര്യങ്ങൾക്കോ പോവുകയില്ല, ബാങ്ക് സർട്ടിഫിക്കറ്റ് വിഷയം കൂടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇതിൻ്റെ സഹകരിച്ചു കൊടുക്കുന്നു. ഞാനാണെങ്കിൽ ബുദ്ധിമുട്ടിയത് ഒരു ദിവസം കൊണ്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ പാവപ്പെട്ട മൈക്രോ ഫൈനാൻസ് എടുത്ത ഒരുപാട് വനിതകളാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടിയത്. പാവപ്പെട്ട വനിതകളാണ് ബുദ്ധിമുട്ടിയത്, വനിതാ സമാജ അംഗങ്ങളാണ് ബുദ്ധിമുട്ടിയത്, സംഘങ്ങളിൽപ്പെട്ടവരാണ് ബുദ്ധിമുട്ടിയത്. എല്ലാം മനസ്സിലാക്കണം. അവനവൻ്റെ വീട്ടിലെ ഓരോ ഹുങ്ക് കാണിക്കാൻ അവർ കാണിക്കുന്ന തെറ്റിന് അനുഭവിക്കേണ്ടത് പാവപ്പെട്ടവരാണ്, ഈ സ്ത്രീകളാണ്, ഈ സംഘത്തിൽപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളാണ്. ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നതാണ് വിഷയം. പൂച്ചയ്ക്ക് ഒറ്റയ്ക്ക് മണി കെട്ടണ്ട, എല്ലാവരും പറയണം. ലോകത്തെമ്പാടുമുള്ള നായരോട് ഞാൻ സ്നേഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് വന്ന് മന്നത്താചാര്യൻ്റെ വേറെ ഡിമാൻഡൊന്നുമില്ല. അവര് ഭരണഘടന ലംഘിക്കുകയോ ജനാധിപത്യം ലംഘിക്കുകയോ എന്ത് പ്രത്യേകത കാണിക്കട്ടെ. പക്ഷേ മന്നത്താചാര്യനെ ആരാധിക്കാനും അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യാനും എല്ലാ നായർക്കും അവകാശമുണ്ട്. നായർ മാത്രമല്ല, മന്നത്താചാര്യനെ ആദരിക്കുന്ന ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും. അവിടെ ജാതി മതങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ആ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സഫലീകരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ കവാടങ്ങൾ തുറന്നു കൊടുക്കണം സാധാരണക്കാർക്ക്. ലോകത്തെമ്പാടുമുള്ള നായർക്ക്, അമേരിക്കയിലൊരു നായർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊരു നായർ കേരളത്തിൽ വന്നാൽ തൻ്റെ കുഞ്ഞുമായി വന്ന് ഇതാണ് നമ്മുടെ ആചാര്യൻ്റെ സമാധി മണ്ഡപം, ഇവിടെ നമുക്ക് ആരാധിക്കാം. മന്നത്താചാര്യൻ്റെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുകയാണ് NSS. എന്താ കാര്യം അറിയാം? മന്നത്താചാര്യൻ എന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി NSS ഓഫീസിൻ്റെ ഒരു രൂപമുണ്ട് നമ്മുടെ മനസ്സിൽ. ചങ്ങനാശ്ശേരി ഹെഡ്ക്വാർട്ടേഴ്സ്, അതിൻ്റെ മുമ്പിൽ ഒരു സ്മാരകം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കോൺക്രീറ്റ് കെട്ടിടം പണിയാണ് അതിൻ്റെ മുമ്പിൽ. ഇതെന്നറിയാം, മന്നത്തിൻ്റെ ആ പഴയ NSS ടെമ്പിളോ എല്ലാം വെച്ചുള്ള ആ മണ്ഡപത്തെ, ആ മന്ദിരത്തെ, ആസ്ഥാന മന്ദിരത്തിനെ മറയ്ക്കാൻ ഫ്രണ്ടിലൊരു ബഹുനില മന്ദിരം പണിയാണ്. അപ്പം മന്നത്ത് പത്മനാഭനെ പോലും മറയ്ക്കാൻ ശ്രമിക്കുന്നു, ചരിത്രത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു തരം താഴ്ന്ന നേതൃത്വം NSSന് വേണോ വേണ്ടിയോ എന്ന് മാസമായിട്ട് ആലോചിക്കണം. ഒന്നും രണ്ടും അല്ല, ഡൽഹിയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരുടെ പാർട്ടികളുടെ കൂട്ടായ്മ പോലെ, ആ യുവാക്കളുടെ കൂട്ടായ്മ പോലെ കരുത്തോടെ നായർ ഒന്നിച്ചൊഴുകണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സമാധാനത്തിൻ്റെ പാതയിൽ സമരം ചെയ്തുകൊണ്ട് മന്നത്താചാര്യനെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതുപോലെ ഒരു അഭ്യർത്ഥന കൂടി തിരുവനന്തപുരത്തെ നായർ സമുദായങ്ങളുണ്ട്. രാജാവിൻ്റെ തിരുവനന്തപുരത്തെ നായർ, തിരുവിതാംകൂറിലെ നായർ എന്ന് പറയുന്നത് അഭിമാനമാണ്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ യോദ്ധാക്കളാണ്, നായർ പടയാളികളാണ്. തിലകം ചാർത്തി വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ നായരോട് ആ വീട്ടിലെ അമ്മയും സഹോദരങ്ങളും പറയുമായിരുന്നു എന്ന് എൻ്റെ അച്ഛൻ പ്രസംഗം ഞാൻ കേട്ടു. അതിൽ പറയും, നിങ്ങൾ മരിച്ച പടക്കളത്തിൽ വീണാൽ നെഞ്ചിൽ വെട്ടി കിടന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൃതശരീരം ഞങ്ങളുടെ വീട്ടിൽ സംസ്കരിക്കൂ. പുറകിലാണ് വെട്ടേറ്റതെങ്കിൽ നിങ്ങളുടെ ശവശരീരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും തിലകം ചാർത്തി ഭർത്താവിനെയും സഹോദരനെയും മകനെയും യുദ്ധത്തിന് അയച്ചിരുന്നത് നായർ പടയാളികൾ. അതായത് തിരിഞ്ഞ് ഓടുമ്പോഴാണല്ലോ പുറത്ത് വിട്ടുകൊടുക്കുന്നത്. തിരിഞ്ഞ് ഓടുന്നവന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട, നെഞ്ചിൽ വെട്ടേറ്റ് വരണം എന്ന് പറയുന്ന നായർ സമുദായം, ധീരമായ മാർത്താണ്ഡവർമ്മയെ, തിരുവിതാംകൂർ രാജാവിനെ, ഡച്ചുകാരെ എല്ലാം ഓടിക്കാൻ കരുത്ത് കാണിച്ച നായർ സമുദായം തിരുവിതാംകൂറിലെ നായരാണ്. ആ നായര് ആവശ്യമില്ലാത്ത കാര്യത്തിന് തുണക്ക് മന്ന ക്ലബിൻ്റെ മുമ്പിലേക്കൊന്നും യാത്ര പോകാൻ ഒരുങ്ങരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കണം. ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നാലോചിക്കണം. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ആലോചിക്കണം. നെറികേടിനെ സംരക്ഷിക്കാൻ, സ്വജനപക്ഷപാതത്തെ സംരക്ഷിക്കാൻ, മന്നത്താചാര്യനെ പോലെ മഹാനെ വിസ്മൃതിയിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നവരോട് സഹകരിക്കാൻ. നിങ്ങൾ പറയുന്നത്, ഞാൻ ആചാര്യനെ എല്ലാവരും വാക്കുകളിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ആ പറമ്പി കയറ്റിയിട്ടില്ല. കിടങ്ങൂർ ബാലകൃഷ്ണ സാറിൻ്റെ കാലത്താണ് വാതിൽ തുറക്കാനും അടയ്ക്കാനും നിർത്തിയത്. അപ്പോൾ ചായ കൊടുക്കുമെന്ന് കിടങ്ങൂർ പറയുമ്പോൾ ചായ വാങ്ങിച്ച് കുടിച്ച ഒരുപാട് പേര് ഇവിടെയും പത്തനാപുരത്തും കൊട്ടാരക്കരയിലും കേരളത്തിലെമ്പാടും ഉണ്ട്. ആ നായന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. എല്ലാവരും മരിച്ചില്ല, കുറച്ച് പേരൊക്കെ മരിച്ചു, എല്ലാവരും മരിച്ചില്ല എന്ന് ഓർക്കുക. തിരുവനന്തപുരത്ത് നായർ സമുദായങ്ങൾ പറയാൻ, ഇനി ലജ്ജിപ്പിക്കുന്ന സമരത്തിൽ നിങ്ങൾ ഇറങ്ങരുത്. മന്നത്താചാര്യന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം, ആത്മീയതയ്ക്ക് വേണ്ടി ഇറങ്ങണം, ദൈവത്തിന് വേണ്ടി ഇറങ്ങണം. ദൈവത്തിന് ഇറക്കാത്ത പണി കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീതിബോധമില്ലാത്തവൻ ദൈവത്തെ ശിക്ഷിക്കപ്പെടുന്നതാണ്. നീതിമാൻ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നീതിമാനെയാണ്. ആ നീതിമാനോടൊപ്പം നിൽക്കാവൂ. ഒരു കാരണവശാലും ഇങ്ങനെ സമരത്തിന് ഇനി ഏത് കുമാർ വിളിച്ചാലും, ഗണേഷ് കുമാർ വിളിച്ചാലും ഇത്തരം വെറിയില്ലാത്ത സമരത്തിന് പോകരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക. മന്നത്താചാര്യന് വേണ്ടി നിങ്ങൾ സമരം ചെയ്യും. മന്നത്താചാര്യന് വേണ്ടി മന്നത്താചാര്യൻ്റെ നന്മകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ തെരുവിലിറങ്ങും. അല്ലാതെ ആരെങ്കിലും വിളിച്ചെന്നും പറഞ്ഞിട്ട് ഒരു അഡ്മിഷൻ തരാം, അല്ലെങ്കിൽ മോക്ക് അടുത്തതിൻ്റെ അടുത്ത കൊല്ലം വരുന്ന ഒഴിവ് തരാം, ഒന്നും തരൂല്ല എൻ്റെ സുഹൃത്തുക്കളെ. അതല്ല, അപ്പോൾ ബന്ധുക്കൾ കൊണ്ടുപോകും. ഒരു മകൻ കഴിഞ്ഞ മാസം പോലും ഒരു മകളുടെ മകനെ ജോലി കൊടുത്തു. ഇതിൻ്റെയൊക്കെ കണക്കുണ്ട്. ധനലക്ഷ്മി ബാങ്കിൻ്റെ ഫുൾ ചരിത്രം എൻ്റെ കയ്യിലുണ്ട്, തരാം. ഫുൾ രേഖകൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ആളുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ചെറിയ മഞ്ഞമലയുടെ ഒരു അറ്റത്ത് മാത്രമേ തൊട്ടുള്ളൂ എന്ന് ഓർത്തു. കൂടുതൽ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ഈ പുസ്തകത്തെക്കാൾ ഗംഭീരമായിരിക്കും. അത് പുറത്തേക്ക് വരുത്തണ്ട, അടുത്ത പുസ്തകം എഴുതുന്നവർക്ക് അതെല്ലാം കൊടുക്കാം എന്നറിയിച്ചിരിക്കും. രണ്ടാം ഭാഗം എഴുതുമല്ലോ. ഞാൻ മന്നത്താചാര്യനോടുള്ള എല്ലാ ആദരവും. അതാണ് നമ്മുടെ സമുദായത്തിൻ്റെ ആചാര്യൻ. അദ്ദേഹമാണ് ഗുരു, അദ്ദേഹമാണ് ദൈവം. അദ്ദേഹത്തെ മാത്രമേ വന്ദിക്കാവൂ. ഇത്തരം ആളുകളെ ഒന്നും വന്ദിക്കാൻ പാടില്ല, വളരെ മോശമാണ്. മുമ്പിട്ട് കിടക്കണം തൂക്കിയിരിക്കുക. പത്തനാപുരത്തുള്ള ഒരു പ്രായമുള്ള പറഞ്ഞ അവിടെ അങ്ങനെ ആചരിക്കുന്നത് അത് കിടക്കണം തൂക്കിയിരിക്കുകയില്ല. കിടക്കണം തൂക്കിയിരിക്കാൻ വവ്വാല് കിടക്കണമെങ്കിൽ തലകുത്തനെ കിടക്കാൻ. അതിൻ്റെ അർത്ഥമാണ് വവ്വാല് തലകുത്തനെ കിടക്കും. വവ്വാലിനെ വിളിച്ചാൽ വവ്വാലിന് വല്ലതും മനസ്സിലാവും. വവ്വാല് എങ്ങനെ നോക്കിയാലും തലകുത്തനെ കിടക്കും. തലകുത്തി നോക്കി വവ്വാലില്ല. അതുകൊണ്ട് കിടക്കണം തൂക്കി കിടക്കുന്നതല്ല, നേരെ ഇരിക്കുന്ന നായരെയാണ് നമുക്ക് വേണ്ടത്. നേരെ മൊത്തം കൊണ്ടുവന്നേ. അതിനുവേണ്ടി പരിശ്രമിക്കുക. എല്ലാവരോടും ഞാൻ പറയുന്നു, അകന്നകന്ന് നിൽക്കരുത്, എല്ലാവരും ഒന്നിക്കുക ഒറ്റ ലക്ഷ്യത്തിൽ. മന്നത്താചാര്യന് വേണ്ടി ഈ ഒരു ഞാൻ പറഞ്ഞൊരു ലക്ഷ്യമുണ്ട്, അതിലൊരു തെറ്റും പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ഭരണഘടനയും ജനാധിപത്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് നിയമം കോടതിയിൽ നടക്കുന്നതാണ്, കോടതി തീരുമാനിക്കട്ടെ. ഈ 89 തവണ അവധി വെച്ചതിനെന്ന് കോടതി തീരുമാനിക്കട്ടെ. അതൊക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനങ്ങളിൽ നമ്മളതിനൊന്നും അഭിപ്രായം പറയും. അത് നിയമവിദഗ്ധരാണ്, അവർക്കറിയാം, അവർ നോക്കിക്കോളും. നമുക്കത് നിയമവിദഗ്ധനല്ല. പക്ഷേ മന്നത്താചാര്യനെ ആരാധിക്കാനുള്ള അവസരം എല്ലാ നായർക്കും മലയാളിക്കും അദ്ദേഹത്തെ ആരാധിക്കുന്ന എല്ലാവർക്കും ലഭിക്കാം. പട്ടി വരും പൂച്ച വരുമെന്ന് പറഞ്ഞ് മഹത് വ്യക്തികളെ അവിടുന്ന് മാറ്റി നിർത്താൻ അനുവദിക്കരുത്. എല്ലാവർക്കും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് ഗോപി പോട്ടെ, കേരളത്തിലുള്ള ആളാണെന്ന് വിചാരിക്കും. കരയോഗത്തിൽ അംഗമല്ലേ സുരേഷ് ഗോപി? അയാൾക്ക് എന്താ കയറിയാൽ
അതേ പറയുന്നുള്ളൂ. സുരേഷ് ഗോപി എന്നല്ല, കരയോഗത്തിൽ അങ്ങനത്തുള്ള ആരും കയറണം. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വരാമെന്ന് പറയുമ്പോൾ വരണ്ടെന്ന് പറയും. അതുകൊണ്ട് സാരമില്ല, ഇവിടെ മന്ത്രിമാരെ കയറ്റുന്നില്ല. എന്താ പറയാ, ഈ സ്റ്റേറ്റുകാരെ കയറ്റുന്ന ഇഷ്ടമല്ല. മക്കൾക്കും കൊച്ചു മക്കൾക്കും എനിക്കും ഒന്നും സ്റ്റേറ്റുകാർ കിട്ടത്തില്ല. അതുകൊണ്ട് ചെന്നാൽ കയറ്റു കയറ്റ. ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പടം അവിടെ ആഫീസിൽ വെച്ചിരുന്നു. അദ്ദേഹത്തെ മന്ത്രിയായ ശേഷം കയറ്റിയിട്ടില്ല. അവർ കയറിയതായിട്ട് പത്രത്തിൽ ഒന്നും കണ്ടില്ല. ഇതൊക്കെ നാണം കെട്ട പരിപാടിയാണ്. ഒരാള് മന്ത്രിയായെങ്കിൽ ആ ആളിനെ മന്ത്രിയായി തന്നെ കാണാം. നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, വി ഡി സതീശനെ കുറിച്ച് എന്താണ് പറഞ്ഞെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയില്ലല്ലോ. മുഖ്യമന്ത്രിയായ വി ഡി സതീശനെ കുറിച്ച് താലൂക്ക് NSSന്റെ പ്രതിനിധി സഭയിൽ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ നമ്മുടെ കാല് പിടിക്കുന്നതാണ്, പിടിപ്പിക്കുന്നതാണ്. അതാണ് ഉപയോഗിച്ച വാക്ക്. ഒരിക്കലും പാടില്ലാത്ത വാക്കെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും എന്താണ് ഇയാൾ പറയുന്നത്, ആരും അത് പറയുന്നില്ല. ഞാനിപ്പോൾ തുറന്നു പറയുകയാണ്. അവൻ നമ്മുടെ കാല് പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യമേ ഉള്ളൂ. സതീശൻ ആളുകളെ ബഹുമാനിക്കും, ശരി, കാല് പിടിക്കാം. സതീശന്റെ നിയോജകമണ്ഡലമായ പരവൂരിലുള്ള 90 വയസ്സായ ഏതെങ്കിലും ഒരു കരയോഗം പ്രസിഡന്റിന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മതി? അതോ ചങ്ങനാശ്ശേരിയിൽ ചെന്ന് പിടിച്ചാൽ മാത്രമേ നമ്മുടെ കാലാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാവുള്ളൂ. അങ്ങനെ പ്രായം ചെന്ന ആളെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം പ്രതിനിധാന സ്ഥലത്ത് ഒരു കരയോഗത്തിലെ 90 വയസ്സായ ഒരു വയസ്സായ കരയോഗം പ്രസിഡന്റ് കാൽ പിടിച്ചതാറെ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ന്യായം. അതോ ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുന്ന ഈ കാൽ തന്നെ പിടിച്ചാലേ നമ്മുടെ കാലാകുമോ? അതായത് നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന നായരുടെ കാലം എന്ന് പറയുന്നത് ഒരു കാലാണോ? പിടിക്കാം. മന്നത്ത് പത്മനാഭന്റെ സമാധി പിന്നെ കാലിൽ തൊട്ട് തൊഴാം, അന്തസ്സുണ്ട്. മറ്റേ പരിപാടി നടക്കില്ല. നമ്മുടെ കാല് എന്ന് ഉദ്ദേശിച്ചത് സ്വന്തം കാലാണ്. ഇത് അവിടെ പറഞ്ഞ വാക്കാണ്. ഇവിടുത്തെ പല കോൺഗ്രസ്സുകാരും എല്ലാവരും ഉണ്ട്, ഇതിനകത്ത് ഇരിപ്പുണ്ട് സഭയ്ക്കകത്ത്. അവരിൽ പലർക്കും അസ്വസ്ഥതയുണ്ടായി. പക്ഷേ തൻ്റെ സ്ഥാനം പോകുമോ എന്ന പേടിയുണ്ട്. അവരത് പറയുന്നില്ല. എനിക്ക് സ്ഥാനം ഒരു പ്രശ്നമല്ല, നിങ്ങൾ ഒന്നിച്ച് നിൽക്കാമെന്ന് പറയുമ്പോഴും നിങ്ങളുടെ കൂടെ നടക്കാമെന്ന് പറയും. ഞാൻ നായരെല്ലാവരും ഒന്നിച്ച് വന്ന് ഇത്തരം അനീതിക്കെതിരെ പോരാടുമ്പോൾ കൂടെ നിൽക്കാൻ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു സ്ഥാനമാനവും സ്വീകരിക്കുകയില്ല എന്നൊക്കെ. എനിക്കതിലൊന്നും ഒരു താല്പര്യമില്ല, എനിക്കൊരു സ്ഥാനമാനവും. പക്ഷേ ഈ തെറ്റിനെതിരെ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. എന്നെ കേൾക്കുന്ന ലോകത്തെ മുഴുവൻ നായർ സമുദായങ്ങൾ ഈ ഒരു ശൃംഖലയിൽ അണിചേരണം. വേറൊരു സംഘടന ഉണ്ടാക്കാനല്ല. നായർ സർവീസ് സൊസൈറ്റി എന്ന മന്നത്താചാര്യൻ സ്ഥാപിച്ച മഹാപ്രസ്ഥാനത്തിന് നേരും നിറയുമുള്ള കരുത്ത് നൽകുന്ന ഒരു മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ക്ഷണിക്കുന്നത്. അല്ലാതെ മറ്റൊരു സംഘടന ഉണ്ടാക്കാൻ നിങ്ങളെ ആരും ക്ഷണിക്കത്തില്ല. ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ അധ്യക്ഷൻ പ്രസംഗിച്ചത് JNSS എന്ന് പറഞ്ഞാൽ ആണ്. അത് അങ്ങനെയാണ് പ്രസംഗിച്ചത്. നായർ സർവീസ് സൊസൈറ്റി എന്ന മന്നത്താചാര്യൻ്റെ ആ മാനസ പുത്രൻ, അദ്ദേഹം ദൈവത്തെ പോലെ കണ്ടിരുന്ന മഹാപ്രസ്ഥാനം, അതിനെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് സംരക്ഷിക്കണം. അതിനുവേണ്ടി എല്ലാ പിണക്കങ്ങളും എല്ലാ വലിപ്പമില്ലായ്മകളും ഒക്കെ മറന്നുകൊണ്ട് ഒറ്റ മനസ്സായി ലോകത്തെ മുഴുവൻ നായന്മാരും ഒന്നിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ഈ സംഘടനയോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സത്യം വെളിപ്പെടുത്തുന്ന പുസ്തകം എല്ലാവരും വായിക്കും. ഇത് ബുക്കായി വായിക്കാൻ അസൗകര്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാ കരയോഗങ്ങളിലേക്കും ഒരു PDF ആക്കി അയച്ചു കൊടുക്കുക. എല്ലാ നായരല്ലാത്തവരും ഈ പുസ്തകം വായിക്കണം. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകത്തിലെ ഓരോ പേജും വിത്ത് എവിഡൻസ് ആണ്, അല്ലാതെ ഗീർവാണമല്ല, ഒരു കഥാപുസ്തകമല്ല, ഒരു കഥാപുസ്തകമല്ല. ഇതൊരു സത്യസന്ധമായ പുസ്തകമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് വായിക്കണം. വായിച്ചിട്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു അനുഭവത്തോടെ സർവോപരി മന്നത്താചാര്യൻ്റെ അനുഗ്രഹത്തോടെ ദൈവികമായ എല്ലാ അനുഗ്രഹത്തോടെയും ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ ദിനേഷ് കുമാർ അവർ ഈ ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികൾ എന്ന ഗ്രന്ഥം ഇപ്പോൾ ശ്രീ അനൂപ് ചന്ദ്രൻ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ സിനി ആർട്ടിസ്റ്റിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാന്യനായ ശ്രീ അനൂപ് ചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു.